ഞാൻ കർത്താവിനേറെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി പുരോഗമിക്കുന്നതിൽ കർത്താവിന് നന്ദി പറയുന്നു. ഒത്തിരി സ്നേഹവും പരിചയവും ബന്ധവുമുള്ള പ്രിയപ്പെട്ടവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവരെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കൃതുദാസൻ ബ്രദർ എൽ കെ റോയി അവരുകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സെൻറ്റർ ആലപ്പുഴ വെസ്റ്റ് സെൻറ്ററാണ്. ഞങ്ങളുടെ സെൻറ്റർ ശുശ്രൂഷകനാണ്. ഇന്ന് രാവിലെ ഇവിടെ ശുശ്രൂഷിച്ചതെന്ന് അറിഞ്ഞു. ആ സെൻറ്ററിൽ വളരെ വർഷങ്ങൾക്ക് പുറകിൽ പല ആവർത്തി വന്ന് പ്രിയ ദേവദാസൻ വചനം പ്രസംഗിച്ചിട്ടുള്ളത് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നതെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മറ്റിവിടെയുള്ള എല്ലാ ദേവദാസന്മാരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് ഇന്ന് രാത്രിയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷമുണ്ട് ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ഉയർത്താൻ നൽകുന്ന അവസരത്തിനായി സ്തോത്രം. ഏത് വേദിയിലും ഞാൻ പറഞ്ഞതുപോലെ ഏത് വേദിയിലും ഏത് ദേശത്തും ഉയർത്താൻ കൊള്ളാകുന്നൊരു നാമം യേശുവിൻ്റെ നാമമാണ്. ഉന്നതമായ നാമം യേശുവിൻ്റെ നാമമാണ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിനകത്തൊഴുകിപ്പോയ ഒത്തിരി പ്രത്യാശാസ്ത്രങ്ങൾ പ്രത്യേകിച്ച് കാലഹരണപ്പെട്ട ഈ ഭൂമിയിൽ അവശേഷിക്കാതെ അതിൻ്റെ അവസാന തരി പോലും ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ 2000 വർഷമായിട്ട് അടിച്ചമർത്തുവാൻ ആവോളം ശ്രമിച്ചിട്ടും ഇന്നുവരെ ഒതുക്കവും വരാത്ത ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. ഇതിനെതിരായി നിന്നവർ സാധാരണക്കാരല്ല, അസാധാരണമുള്ളവരാണ്, അധികാരമുള്ളവരാണ്, ഉന്നതന്മാരാ, ഏകാധിപതികളാണ്, അടിച്ചമർത്തുവാൻ കെൽപ്പും അധികാരവുമുള്ളവരാ. പക്ഷെ കാലത്തിൻ്റെ സീമകൾക്കകത്ത് അവരെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി വിസ്മരിക്കപ്പെട്ടു പോയപ്പോൾ സുവിശേഷം ഇന്നും അജയമായിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ സന്ദേശം, യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ഇന്നും ഉയർന്നിരിക്കുന്നുണ്ട്. അതിന് സാക്ഷ്യം വഹിക്കുവാൻ, അതിൻ്റെ ഭാഗമാകുവാൻ, അതിൻ്റെ നന്മകളെ അനുഭവിക്കുവാൻ ഈ കാലത്ത് ദൈവം നമുക്ക് തന്ന അവസരം ഒരു ഭാഗ്യമെന്ന് ഇന്ന് രാത്രിയും ചിന്തിക്കുന്നെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി ധൈര്യത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് രാത്രി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം അടച്ചൊരു ദൈവശ്രദ്ധയിൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്ന് രാത്രിയും കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ആഴത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുതകരമായ വ്യാപാരം ഇന്ന് രാത്രിക്ക് നമ്മെ സ്പർശിക്കേണ്ടതിനായി ഒന്നിച്ച് ജനം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഓ മഹത്വവാനായ കർത്താവിൻ്റെ തേജസ്സിന് ഇന്ന് രാത്രി ഇവിടെ ഉള്ളതിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അത്ഭുതകരമായി വ്യാപരിക്കുന്ന വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഈ ജനത്തിനു വേണ്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വ്യാപരിക്കുന്നതിന് സ്തോത്രം. പരിമിതിയില്ലാതെ അങ്ങയുടെ കരത്തിൻ്റെ അത്ഭുതം വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം ഒന്നിച്ച് വായിക്കുന്നത് എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യവും 11-12 വാക്യങ്ങളും നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, അതിൻ്റെ 11-12 വാക്യങ്ങൾ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവെക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. മതി. എബ്രായ ലേഖനത്തിൻ്റെ സവിസ്തരമായ ചിന്തകളിലേക്ക് നമ്മൾ വരുമ്പം ഇതിൻ്റെ എഴുത്തുകാരനെ പറ്റി ഒത്തിരിയധികം തർക്കങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് നൽകപ്പെട്ടിരിക്കുന്ന പ്രമേയത്തെ സംബന്ധിയായി യാതൊരു സംശയമോ യാതൊരുവിധമായ തർക്കങ്ങളോ ഇല്ല. ഇതിൻ്റെ എഴുത്തുകാരനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിരവധിയായിട്ട് ഒത്തിരി പേരുകൾ ഈ എഴുത്തുകാരൻ്റെ നിലയിൽ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഗൗരവമായ പ്രമേയം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ എബ്രായ ലേഖനത്തിൻ്റെ ഏറ്റവും കേന്ദ്രീകൃത പ്രമേയം എന്ന് പറയുന്നത്. ഇത് ഈ ക്രിസ്തുവിൻ്റെ സുപ്രീമസിയെ പറ്റി, ക്രിസ്തുവിൻ്റെ യുണീക്നെസ്സിനെ പറ്റി, യേശുവിൻ്റെ മഹത്വത്തെ പറ്റി ഈ ലേഖനകർത്താവ് ഇത്രയും സവിസ്തരമായിട്ട് അവതരിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നുള്ളത് ഈ സമൂഹം നേരിടുന്നൊരു വല്ലാത്ത വെല്ലുവിളി, പ്രത്യേകിച്ച് എബ്രായ സമൂഹം നേരിടുന്നൊരു വെല്ലുവിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഈ സമൂഹത്തിൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവർ പലരും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി, വിശ്വാസത്തിൽ ഇവർ തളർന്നു പോയി. വിശ്വാസ അനുഭവത്തിലേക്ക് വന്നിട്ട് ഏതാണ്ട് 30 വർഷം മിനിമം കഴിഞ്ഞിട്ടുള്ളൊരു സമൂഹമാണ് ഈ എബ്രായ സമൂഹം എന്ന് പറയുന്നത്.
ഇതിൻ്റെ എഴുതപ്പെട്ട കാലഘട്ടത്തെപ്പറ്റി വേദശാസ്ത്രികൾ പ്രധാനപ്പെട്ട 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ മജോറിറ്റി ആൾക്കാർ പറയുന്നത് 60കൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആണ് ഈ ലേഖനം എഴുതപ്പെട്ടത്. 60കൾക്കും 64കൾക്കും ഇടയിലുള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ലേഖനമാണ്. മറ്റു ചില കൂട്ടർ പറയുന്നത് 90കൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രമുഖമായ അഭിപ്രായങ്ങൾ മാത്രം നമ്മൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 60നും 64നും ഇടയിൽ എഴുതപ്പെട്ട ലേഖനം എന്നുള്ള ചിന്തയിൽ നമുക്ക് നിന്നാൽ തന്നെ സഭ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം ഏതാണ്ട് 30-32 വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് ഈ ലേഖനം എഴുതപ്പെടുന്നത്. ഈ എബ്രായ സമൂഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോട് ചേർന്ന് ആ സമയത്ത് തന്നെ വിശ്വാസ ജീവിതത്തിൽ വന്ന ഒരു സമൂഹത്തിനാണ് ഈ ലേഖനം എഴുതുന്നത്. ഇതൊരു സഭ എന്നതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തിനാണ്, ജൂയിഷ് ക്രിസ്ത്യൻസ്, അവർക്കാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പം ഏതാണ്ട് 30 വർഷത്തെ പഴക്കമുള്ളൊരു സമൂഹത്തിന് എഴുതപ്പെടുന്ന ഒരു ലേഖനമാണ്. പക്ഷേ ഈ ലേഖനത്തിനകത്ത് ഏറ്റവും വലിയ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ പലരും പിന്മാറിപ്പോവുകയാണ്. ഇവർ പഴയതിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവർ ലഭിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസത്തെ അവഗണിച്ചുകൊണ്ട് പഴയതിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വല്ലാത്ത പ്രവണത അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ആ സമൂഹത്തിന് എഴുതപ്പെടുന്ന ഒരു ലേഖനമാണ് ഈ എബ്രായ ലേഖനം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 30 വർഷം എന്ന് പറഞ്ഞാൽ ഒരു തലമുറ കഴിഞ്ഞ് അടുത്തൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രായമാണ് ശരിക്കും 30 വർഷം എന്ന് പറയുന്നത്. 30 വർഷങ്ങൾക്ക് ശേഷം തന്നെ തലമുറ മാറ്റം സംഭവിച്ചു തുടങ്ങും. തലമുറ മാറ്റം സംഭവിക്കും. 30-40 വർഷമാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകുന്ന ആ ഒരു പ്രായം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സമൂഹം അടുത്ത തലമുറ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കേണ്ട സമയത്ത് ഈ സമൂഹത്തിന് പറ്റിപ്പോയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി, അവർ വിശ്വാസത്തിൽ തളർന്നുപോയി എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ ഈ സത്യവചനത്തെ ഏറ്റെടുക്കേണ്ട സമയത്ത് ഇവർ പലരും ക്ഷീണിച്ചവരായി, തളർന്നവരായി, മന്ദീഭവിച്ചവരായി, വിശ്വാസത്തെ ഗൗരവമായി കാണാൻ കഴിയാത്തവരായി ഇവർ മാറുകയാണ്. ഇതിൻ്റെ തെളിവുകൾ പറയാം. നമ്മൾ അതിൻ്റെ 10ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ ലേഖനകർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് 32 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ പ്രകാശം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയെ തീർന്നും ആ വക അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു. ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പൊ ഇവരുടെ അവസ്ഥ ഇപ്പോഴത്തെ എന്താ? പിന്മാറുന്ന ഒരു കൂട്ടം. അടുത്തത് അതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. അപ്പം നാശത്തിലേക്ക് പിന്മാറുന്ന ഒരു കൂട്ടത്തെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തത് ഈ ലേഖനത്തിൽ പ്രധാനമായി പറയുന്ന, നിരന്തരം പറയുന്ന 1-2 പദങ്ങൾ: മുറുകെ പിടിക്കുക, ചേർന്നു വരിക, അടുത്തു വരിക, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വിളിച്ചവൻ വിശ്വസ്തനല്ലോ. ഈ പദങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാര്യം അതിൻ്റെ മൂലഭാഷയിലുമൊക്കെ നമ്മളൊന്ന് ആ ഭാഗത്തെ ഒന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾ എത്ര എഫർട്ട് എടുത്തും എന്ത് പ്രവൃത്തി ചെയ്തും നിങ്ങൾ മുറുകെ പിടിക്കണം, വിട്ടുകളയരുത് എന്ന് പറഞ്ഞാൽ ഗൗരവമായ ഒരു പ്രബോധനം അവിടെ പറയുന്നത്. നമ്മൾ ഈ നാട്ടുഭാഷയിൽ പറയുന്നൊരു പദമുണ്ട്, കച്ചിത്തുരുമ്പ്, അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന് പറയും. അപ്പം എന്ന് പറഞ്ഞാൽ അതുപോലും നിങ്ങൾ എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഗർത്തത്തിലേക്ക് പതിക്കുക. അവസാനത്തെ പിടിവള്ളി. എബ്രായ ലേഖനകർത്താവ് അങ്ങനെ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്തു വില കൊടുത്തും ഇത് വിട്ടുകളയാതെ നിങ്ങൾ മുറുകെ പിടിക്കണം. ഇത് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സമൂഹത്തിലേക്കാണ് എബ്രായ സമൂഹം എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറയിലേക്ക് വഴിമാറേണ്ട സമൂഹം വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയെങ്കിൽ, പ്രിയരെ, ഈ പെന്തക്കോസ്തിൻ്റെ ഒരു പക്ഷേ 3ാം തലമുറയോ 4ാം തലമുറയോ ആയിരിക്കുന്ന ഞാനും നിങ്ങളും ഈ മൂവ്മെൻറ്റിൻ്റെ, ഞാൻ ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ അല്ല, നമ്മുടെ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ആത്മീയ അനുഭവം അതിൻ്റെ ആളിക്കത്തിൽ സംഭവിച്ചതിനന്തരമായി ഒരു 3-4 തലമുറകളിലേക്ക് എത്തി നിൽക്കുമ്പം എത്രയധികം വെല്ലുവിളി നമുക്ക് നേരെ ഉണ്ട്, എത്രയധികം വെല്ലുവിളി വിശ്വാസത്തിന് നേരെ ഉണ്ട്, എത്രയധികം വെല്ലുവിളി ആത്മീയതയ്ക്ക് നേരെ ഉണ്ട്. അത് സാമൂഹികപരമായും ആത്മീയപരമായും രാഷ്ട്രീയപരമായും ചുറ്റുപാടുകളിൽ നിന്നും എല്ലാം ഈ വെല്ലുവിളി നേരിടുമ്പം നമ്മെ ദൈവം പ്രബോധിപ്പിക്കുന്നത് ലഭിച്ച സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട്
ലഭിച്ച സത്യത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ചു കൊടുത്തുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ സത്യത്തിന് വേണ്ടി ഞാൻ ധിരോദാത്തം നിൽക്കുമെന്ന് അന്തരാത്മാവിൽ ഉറച്ച തീരുമാനത്തോടെ നിൽക്കാൻ സ്വർഗം നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി പറയാൻ കഴിയണം, കർത്താവേ, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് രാത്രി ഞാൻ ഉണ്ട് എന്ന് ഉറപ്പ് പ്രാപിച്ചു വേണം നമ്മൾ ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ധൈര്യത്തോടെ ഇവിടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ. നമ്മളിന്ന് കാണുന്ന സംഭവം സാധാരണക്കാരല്ല. ഒത്തിരി വിജ്ഞാനികളും വൈജ്ഞാനിക അറിവുള്ളവരും പാരമ്പര്യമുള്ളവരൊക്കെയാണ് വിശ്വാസത്തിൽ നിന്ന് വഴിമാറുന്നത്. ഒരു ചെറിയ സമൂഹമൊന്നുമല്ല. ഒരു പക്ഷെ ഇന്നലെ വിശ്വാസത്തിനകത്ത് വന്നൊരാൾ പിന്മാറിയ വാർത്തയല്ല നമ്മൾ കേൾക്കുന്നേ. എത്രയോ പതിറ്റാണ്ടുകൾ വിശ്വാസത്തിനകത്ത് നിന്നവർ പിന്മാറിയ വാർത്തയാ. എത്രയോ വിജ്ഞാനപരമായി തിരുവിടത്തിനെ പറ്റി ഗഹനമായ അറിവുള്ളവർ പിന്മാറിയ വാർത്തയാണ് കേൾക്കുന്നത്. വചനത്തെ ഗൗരവമായി കൈകാര്യം ചെയ്യുന്നവർ അതിനെ അലസമായി കൈകാര്യം ചെയ്യുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ നടുവിലാണ് സ്വർഗം നമ്മോട് പ്രബോധിപ്പിക്കുന്നത്. ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി ഏറ്റവും ഗൗരവത്തോടെ നിൽക്കാൻ സ്വർഗം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന ഒരു ജനറേഷൻ, നമ്മൾ നിൽക്കുന്ന ഒരു കാലഘട്ടം ഈ വചനത്തിന് മുമ്പിൽ വചനത്തെ ഗൗരവമായി കാണാതെ, സത്യവിശ്വാസത്തെ ഗൗരവമായി കാണാത്ത ഒരു സമൂഹത്തിന് നടുവിൽ അന്തരാത്മാവിൽ തീരുമാനമെടുക്കണം, ഞാൻ ഈ വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കും. ഞാൻ ഇനിയും എന്താണ് ഈ സമൂഹത്തിന് പറ്റിയ ആ അവസ്ഥകളിലേക്ക് വേഗത്തിൽ വരാൻ പോവുക. ഇവർക്ക് പറ്റിയ പ്രധാനപ്പെട്ട കാര്യം 3 ഒന്ന്, അവിടെ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങൾ ഇവരെ മടിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ സമൂഹം മടുത്തതിന് പ്രധാനപ്പെട്ട കാര്യം 13 അധ്യായം 8-9 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. അന്യത ഉപദേശിക്കുന്നവർ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിച്ചു കളയരുത്. അപ്പൊ അന്യത ഉപദേശിക്കുന്നവർ ഇവരെ തെറ്റിച്ചു കളഞ്ഞു. അടുത്ത 3ാമത്തെ കാര്യം, ഇവർ പലരും പഴയതിലേക്ക് തിരിഞ്ഞു നോക്കി, പുറകിലേക്ക് നോക്കി. ഇവർ പുറകിലേക്ക് നോക്കിയപ്പം ഇപ്പോഴുള്ള കഷ്ടത്തെക്കാളും നല്ലതായിരുന്നു ആ യഹൂദ മതത്തിൽ നിന്നപ്പോൾ. കാരണം ഇപ്പം ഇവിടെ വന്നിട്ട് അടിയും പീഡനവും കൊല്ലലുകളും ഒഴിഞ്ഞൊരു സമയമില്ല. ഇവർ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്ന പലരും അടുത്ത ദിവസം ഇല്ല. ഒരുമിച്ച് കൊയിനോനി ആചരിക്കുന്ന, കർത്തൃമേശ കൂടുന്ന പലരും അടുത്ത ദിവസം ഇല്ല. അവരുടെ മരണവാർത്തയാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ ശരീരത്തിൽ ക്രൂര മർദ്ദന ഏൽക്കുക, ഇവരുടെ വസ്തുവകൾ പിടിച്ചു പറിക്കുക. പക്ഷെ പണ്ട് യഹൂദ മതത്തിനകത്ത് നിന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഈ ഒരൊറ്റ അനുഭവമില്ല. അതുകൊണ്ട് അവർ വിചാരിച്ചു പഴയത് നല്ലതാന്ന് പറഞ്ഞ്, പഴയതിൻ്റെ മഹത്വം ആണെന്ന് പറഞ്ഞ് അവർ പഴയതിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പം 1ാമത്തെ കാര്യം പീഡനങ്ങൾ. ഈ പീഡനം എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കാൻ കഴിയാത്ത അത്ര ക്രൂര പീഡനങ്ങളിലൂടെ ശരിക്കും അന്നത്തെ സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മതവും രാഷ്ട്രീയവും അവർ ഒരുമിച്ച് ചേർന്ന് നിന്നുള്ള ആക്രമണമാണ് നടക്കുന്നത്. മതവും രാഷ്ട്രീയവും, മതം എന്ന് പറയുമ്പോൾ യഹൂദ മതം, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ റോമൻ രാഷ്ട്രീയ സമൂഹം. ഈ 2 രാഷ്ട്രീയ സമൂഹങ്ങൾ, രാഷ്ട്രീയവും മതം കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഒരു സമൂഹം താറുമാറാകാൻ അത് മതി. കാരണം അന്നത്തെ റൂളിംഗ് കമ്മ്യൂണിറ്റിയും അന്നത്തെ റൂളിംഗ് റിലീജിയനും, ഈ 2 സമൂഹങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഒരു കൂട്ടത്തെ, ഒരു മൂവ്മെന്റിനെ തകർക്കാൻ ധാരാളം മതി. അപ്പം ഒരു പീഡനം എന്നൊക്കെ പറയുന്നത് മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാൻ കഴിയാത്ത പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് ഇതിൻ്റെ 11ാം അധ്യായം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. ചിലർ നിന്ദകൾ അനുഭവിച്ചു, പീഡനങ്ങൾ അനുഭവിച്ചു, ജടയാടുകളെയും കോലാടുകളെയും തോല് ധരിച്ചു, ഈർച്ചവാള് കൊണ്ട് അറുക്കപ്പെട്ടു. അപ്പൊ എന്നു വേണ്ട ഏറ്റവും ഭീകരമായത് നിർത്തി ജീവനോടെ കത്തിച്ചു കളഞ്ഞു. വിഷമൃഗങ്ങളുടെ മുമ്പിൽ എറിഞ്ഞുകൊടുത്തു, അത് കടിച്ചീറി നുറുക്കിക്കളഞ്ഞു. അത് മാത്രമല്ല, അടകല്ലിന്റെ പുറത്ത് തല വെച്ച് കൂടം കൊണ്ട് തല കടിച്ചു പൊളിക്കുന്നു. അതുപോലെ തന്നെ ഈ വലിയ പന്നി എലികളെ വിശപ്പ് കൊണ്ട്, അതിനെ 2-3 ദിവസം വിശപ്പ് കൊണ്ടിട്ടിട്ട് ഈ വലിയ ഒരു കുടക്കകത്താക്കിയിട്ട് വിശുദ്ധന്റെ വയറിനോട് ചേർത്ത് കെട്ടും. ഈ പന്നി എലി, ഈ വലിയ എലി ഇതിന്റെ വയറ് തുരന്ന് പുറത്തൂടെ പോകുന്നു. ഭീകരമായ രീതിയിലുള്ള ആ മർദ്ദനമുറകൾ, ഭീകരമായ രീതിയിൽ കൊന്നുകളയുന്ന അവസ്ഥകൾ, ഇതൊക്കെയാണ് അവർ നേരിട്ട പീഡനം എന്ന് പറയുന്നത്. അവർ നേരിട്ട പീഡനം ഇത് ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ജീവനോടെ കഴുത്തിറക്കുക. ഒന്നെങ്കിൽ കൈസറായി അംഗീകരിച്ച് തിരിച്ചു വരണം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ മരിക്കാൻ തയ്യാറാകണം. ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് സമരസപ്പെട്ട ഒരു ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ കൈസറിന് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. ഈ 2 ഓപ്ഷൻ. ഒന്നെങ്കിൽ കൈസറിന് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. പക്ഷെ അവരിൽ നല്ലൊരു സമൂഹം
വിളിച്ചു പറഞ്ഞത്, കൈസറിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്കൊരല്പം പോലും താല്പര്യമില്ല, മറിച്ച് ഇവിടെ ഞങ്ങൾ കഴുത്തറക്കേണ്ടി വന്നാലും ജീവനോടെ കത്തിച്ചമർത്തേണ്ടി വന്നാലും ഇതിന്റെ നടുവിൽ ധൈര്യത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യും, ക്രിസ്തു മാത്രം കർത്താവെന്ന്, ക്രിസ്തു മാത്രം കർത്താവെന്ന് പറഞ്ഞ് അവർ ധൈര്യത്തോടെ മരണത്തിന് മുമ്പിൽ പുഞ്ചിരിച്ചു നിന്നതിന്റെ പിൻപിലെ കാര്യം അകത്ത് ലഭിച്ച ക്രൈസ്തവ വെളിപ്പാടാണ്, അകത്ത് ലഭിച്ച ക്രിസ്തു ദർശനമാണ്, അകത്ത് ലഭിച്ച വിശ്വാസത്തിന്റെ തികവുറ്റ ഉറപ്പാ. നല്ലൊരു പങ്ക് അവിടെ നിന്നു. പക്ഷേ ഇതിങ്ങനെ കൂടി വരിക, ഇതിനൊരു അന്തമില്ല, ഇതിനൊരു അവസാനമില്ല. അങ്ങനെ ചിന്തിച്ച് കുറച്ചു പേര് പറഞ്ഞു, അയ്യോ പീഡനം തന്നെയാ, മടുത്തുപോയി, മനസ്സ് ക്ഷീണിച്ചുപോയി, തളർന്നുപോയി, അവർ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥകളിലേക്ക് വന്നു. രണ്ടാമത്തൊരു കൂട്ടം ദുരുപദേഷ്ടാക്കന്മാർ മടിപ്പിച്ചു കളഞ്ഞൊരു കൂട്ടം. അതാ നമ്മൾ 13-ാമത്തെ അധ്യായത്തിനകത്ത് ഞാൻ പറഞ്ഞത്, അന്യത ഉപദേശിക്കുന്നവരാരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കളയരുത്. ഇത് പറഞ്ഞ സത്യോപദേശത്തിന് നേരെ, ധാർമ്മികതയുടെ ഉപദേശത്തിന് നേരെ, നീതിയുടെ ഉപദേശത്തിന് നേരെ, ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യമായ പഠിപ്പിക്കലിന് വിരോധമായി, വചനം പങ്കുവെക്കുന്നതിന് വിരോധമായി തെറ്റിലേക്ക് ജനത്തെ നയിക്കുന്ന, അന്യായമായ പഠിപ്പിക്കുന്ന, ഈ ലോകത്തിന്റെ മാനുഷിക വശങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിത്യതയുടെ ഗൗരവമായ വശങ്ങളെ അവഗണിച്ചു കളയുന്ന, അപ്പൊ സ്വർഗീയ വെളിപ്പാടുകളെ അവഗണിച്ചിട്ട് മാനുഷികമായത് മനസ്സിലേക്ക് തള്ളുന്ന ഒരു പറ്റം അന്യത ഉപദേശിക്കുന്നവർ അവരുടെ ഇടയിലുള്ളപ്പം ഇവർ ചെയ്ത കാര്യം ഇവരുടെ വിരുദ് തെറ്റിച്ചു. ഈ വിരുദ് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ മടുത്തുപോയെന്നർത്ഥം. മടുത്തുപോയി, ഇവർ ക്ഷീണിച്ചു പോയി, ഇവർ ഓടേണ്ട ഓട്ടത്തിലേക്ക് നോക്കേണ്ടതിൽ നിന്ന് കണ്ണുമാറിപ്പോയി. ഇത് പറഞ്ഞ കണ്ണുമാറ്റാതെ നോക്കണ്ട, ഹൃദയം സമർപ്പിക്കേണ്ട വിശ്വാസ നായകനിൽ നിന്ന് അവരെ മാറ്റിക്കളഞ്ഞ് ഒരു പറ്റം ദുരുപദേഷ്ടാക്കന്മാർ അവരെ മടിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥാന്തരം അവിടെ സംഭവിക്കാനിടയായി. അപ്പൊ രണ്ടാമത്തെ കാര്യം, ദുരുപദേഷ്ടാക്കന്മാർ മടിപ്പിച്ച് കളഞ്ഞു. എന്നാൽ അടുത്ത മൂന്നാമത്തൊരു കാര്യം പറയാം. മൂന്നാമത്തെ ഞാൻ പറഞ്ഞത്, ഇവർ പലതും തിരിഞ്ഞു പോകാൻ തുടങ്ങി. പഴയതു നല്ലതാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകാൻ തുടങ്ങി. പണ്ട് ഞങ്ങൾക്ക് ദേവാലയം ഉണ്ടായിരുന്നു, പണ്ട് ഞങ്ങൾക്ക് പുരോഹിതന്മാരുണ്ട്, ദാവീദും ശലോമോനും തുടങ്ങിയുള്ള ഇതിഹാസ ചരിത്രങ്ങൾ ഞങ്ങൾക്കുണ്ട്, യോശുവ തുടങ്ങിയുള്ള യുദ്ധവീരന്മാർ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഈ പല ചരിത്രങ്ങളും ഞങ്ങൾ കേൾക്കുന്നില്ല, ഞങ്ങൾക്കൊരാലയമില്ല, കൂടി വരുന്നിടത്തൊക്കെ ആലയമെന്ന് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്ന് ഇപ്പൊ ഇവർ പലരും മടുത്തുപോയി. അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലേഖനം എഴുതുന്നത്. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ സുപ്രീമസി ഇത്രയും മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ പറയുന്നത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ശരിക്കും ദൂതന്മാരെന്നർത്ഥത്തിൽ രണ്ട് വിധത്തിൽ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ദൈവ സൃഷ്ടിയായ ദൂതസഞ്ചയങ്ങളുണ്ട്. അടുത്തത് ദൈവത്തിന്റെ ദിവ്യ അരുളപ്പാടുകൾ കിട്ടിയവരെ ദൂതന്മാരെന്ന് പറയുന്നുണ്ട്. രണ്ടാണേലും പറയുന്നു യേശുക്രിസ്തു ഈ രണ്ടു കൂട്ടരെക്കാളും ശ്രേഷ്ഠനാണ്. അതിനപ്പുറത്ത് നിങ്ങൾ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം അവിടെ നിങ്ങൾക്ക് ദേവാലയമുണ്ടെങ്കിൽ ഇവിടെ ദേവാലയത്തെക്കാൾ വലിയവൻ ഇതിനകത്തുണ്ട്. നിങ്ങൾ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം അവിടെ നിങ്ങൾക്ക് രാജാക്കന്മാരുടെ ചരിത്രമുണ്ടെങ്കിൽ, ദാവീദിന്റെയും ശലോമോന്റെയും ഇതിഹാസ ചരിത്രങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഉജ്ജ്വലമായ ആ സമര ചരിത്രങ്ങളുണ്ടെങ്കിൽ, യുദ്ധ ജയ കഥകൾ അതിനകത്തുണ്ടെങ്കിൽ, എന്നാൽ ഇവിടെ വരുമ്പം സകലത്തിൻ്റെ ഉന്നതനായ രാജാക്കന്മാരുടെ രാജാവിൻ്റെ സർവാധികാരിയുടെ സർവാധിപന്റെ ഉന്നതനായ ക്രിസ്തുവിന്റെ ചരിത്രം ഇതിനകത്തുണ്ട്. അവിടെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ യുദ്ധവീരനായ യോശുവയുടെ ചരിത്രമുണ്ടെങ്കിൽ ഇവിടെ സർവ്വ സൈന്യാധിപനായ യേശു ക്രിസ്തുവിന്റെ ചരിത്രം ഇതിനകത്തുണ്ട്. നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന ചരിത്രത്തിനകത്ത് ഈ ഭൂമിയിൽ മരിച്ചു മാറുന്ന പുരോഹിതന്റെ ചരിത്രമുണ്ട്. ആദ്യം സ്വന്തം പാപത്തിന് വേണ്ടി യാഗമർപ്പിക്കുന്ന പുരോഹിതന്റെ ചരിത്രമുണ്ട്. എന്നാൽ ഇതിനകത്ത് സ്വന്തം പാപത്തിന് വേണ്ടിയല്ല, അനേകരുടെ പാപത്തിന് വേണ്ടി അവിടുന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നെങ്കിൽ, അനേകരുടെ പാപത്തിന് വേണ്ടി ഏകയാഗമായി തീർന്ന യേശുക്രിസ്തുവിന്റെ ഉന്നത ചരിത്രം ഇതിനകത്തുണ്ട്. അവിടുത്തെ പുരോഹിതൻ ആദ്യം യാഗമർപ്പിക്കുന്നത് തനിക്ക് വേണ്ടിയാ എന്ന് പറഞ്ഞാൽ തൻ്റെ ഒന്നാമത്തെ പരിധി താനും പാപമുള്ളവനാ എന്ന് പറഞ്ഞ ആദ്യം തനിക്ക് വേണ്ടി യാഗമർപ്പിക്കണം. അടുത്തത്, ഈ മനുഷ്യൻ ചിരഞ്ജീവിയല്ല, എന്നേക്ക് നിൽക്കാൻ കഴിയത്തില്ല, ഒരായുസ് മുഴുവൻ ഈ ഭൂമിയിൽ ആ മനുഷ്യന് പാർക്കാൻ കഴിയത്തില്ല, ആയുസിന്റെ പരിമിതിയുള്ള മനുഷ്യനാ. അല്ല, പാപം കൊണ്ട് അകത്ത് കയറിയെങ്കിൽ അവിടെ തീരും ചരിത്രം. എന്നാൽ ഈ മഹാപുരോഹിതൻ വെറും മഹാപുരോഹിതനല്ല, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അവിടുന്ന് അവിടുത്തെ പാപത്തിനു വേണ്ടിയല്ല, മറിച്ച് അവിടുന്ന് എന്നേക്കും നിത്യ
നിത്യനായ മഹാപുരോഹിതന്. അതുകൊണ്ട് ഇത് 7-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്കുള്ളത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോടുകൂടെ എണ്ണപ്പെടാത്തവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പരിധി വെക്കാൻ കഴിയാത്ത നിലയിൽ പവിത്രനായ, പരിശുദ്ധനായ, ഉന്നതനായ, തേജസമ്പൂർണനായ, അത്യുന്നതനായ, വിശുദ്ധനായ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ ആരാധിക്കുവാൻ, സേവിക്കാൻ, അനുധാവനം ചെയ്യാൻ ഇന്ന് രാത്രി അവസരം ലഭിക്കപ്പെട്ട ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറയണം. എന്റെ ക്രിസ്തു ആരെക്കാളും ശ്രേഷ്ഠനാ. എൻ്റെ പ്രിയരെ, ദേശമേ, ദൈവമക്കളെ, ഞങ്ങൾ വിളംബരം ചെയ്യുന്നത്, ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ കൈമാറുന്നത് ആരെങ്കിലുമൊക്കെ വിശുദ്ധന്റെ പട്ടം ചാർത്തി നൽകി ജീവിച്ചിരിക്കും കാലത്ത് ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് പിൽക്കാലത്ത് വിശുദ്ധിയുടെ പട്ടം ചാർത്തി നൽകി മനുഷ്യൻ ദൈവമാക്കിയ ഒരു ദൈവത്തെയല്ല, മറിച്ച് ഏറ്റവും ഉന്നതനായ, സർവാരാധ്യനായ, അത്യുന്നതനായ, ഉന്നതനായ, സനാതനനായ, സീമാതീതനായ, സർവശക്തനായ സാക്ഷാൽ ദൈവത്തെയായി ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. അതാണ് ക്രിസ്തുവിൽ എനിക്ക് കാണുവാൻ കഴിയുന്നത്, ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അവിടുന്ന് എല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠന, എല്ലാവരേക്കാളും ശ്രേഷ്ഠന. അവിടുന്ന് ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠന. അവിടുന്ന് ഇവിടെയുള്ള എല്ലാ ചരിത്രങ്ങൾ അവിടെ അവസാനം അത് വന്നിട്ട് 11 വരുമ്പോൾ പറയുക, അവിടുന്ന് സകല വിശ്വാസ വീരന്മാരെക്കാൾ ശ്രേഷ്ഠന. ഈ ഭൂമിയിൽ ജീവിച്ച സകല വീരന്മാരെക്കാളും ശ്രേഷ്ഠന്. 12 വരുമ്പോൾ പറയുന്നു, അവിടുന്ന് അത് മാത്രമല്ല, അവിടുന്ന് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന ഓഥർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം വരുത്താൻ കഴിയുന്ന ഈ ഉലകത്തിൽ കഴിയുന്ന ഒറ്റ വ്യക്തിയുള്ളൂ, അത് നമ്മുടെ നാസറായനല്ലാതെ മറ്റാരുമില്ല. 13 വരുമ്പോൾ അവിടെ പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. പരിധിയില്ലാത്ത, പരിമിതിയില്ലാത്ത അനന്യനായ കർത്താവ്. അവരോട് പറയുക, ഇത് കണ്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾ പുറകെ നോക്കിയിട്ട് കാണുന്നതിനേക്കാൾ 10 മടങ്ങ് ഗ്ലോറിയസ് ആയിട്ടുള്ളത് ഇതിനകത്തുണ്ട്. 10 മടങ്ങ് മഹത്വകരമായ ഇതിനകത്തുണ്ട്. ക്രിസ്തുവിന്റെ വ്യക്തിത്വ ദർശനം ഇതിനകത്തുണ്ട്. ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ ദർശനമുണ്ട്. ഞാൻ ഈ എബ്രായ ലേഖനത്തിനകത്ത് കണ്ടത് ക്രിസ്തുവിന്റെ ബഹുവിധ ദർശനങ്ങൾ അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, തളർന്നിരിക്കുന്ന ഒരുവന് ക്രിസ്തുവിന്റെ മാനുഷിക ദർശനങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. തളർന്നിരിക്കുന്ന ഒരുവന് ആ യേശുവിന്റെ മഹത്വപൂർണമായ ദർശനം കാണാൻ കഴിയുന്നുണ്ട്. ഈ ഭൂമിയിൽ അല്ലെങ്കിൽ മാനുഷികമായ ചോദ്യങ്ങൾക്കകത്ത് കടന്ന ഒരു വ്യക്തിക്ക് നാളെ വെളിപ്പെടുവാൻ പോകുന്നതിന്റെ മഹത്വകരമായ അനുഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വെല്ലുവിളി നേരിടുന്നവനെ നെഞ്ചോടടിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ഏറ്റവും ആ സ്നേഹത്തിന്റെ ഒരു ഭാവം കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് 4:15 പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ, എന്നെ അറിയുന്ന, എന്നോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. എന്നാൽ അതിനപ്പുറത്ത് പറയുന്നുണ്ട്, ഈ വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നതുമായി എന്ന് പറഞ്ഞാൽ ആ കര വരെ എന്നെ എത്തിക്കാൻ കഴിയുന്നത് ഈ കർത്താവിന് തന്നെ. യേശുവിൻ്റെ മഹത്വപൂർണമായ ദർശനവും, യേശുവിൻ്റെ വ്യക്തിപരമായ ദർശനവും, യേശുവിൻ്റെ ഹൃദയപരമായ ആഴമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദർശനവും ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനമാണ് ഈ എബ്രായ ലേഖനം. എന്നാൽ ഇതിൻ്റെ ആരംഭ 3-4 അധ്യായങ്ങൾ ഇവർക്ക് നൽകുന്ന കുറേ വെല്ലുവിളികളുണ്ട്. കുറേ വെല്ലുവിളികൾ. 2-ാം അധ്യായം തൊട്ട് ആ വെല്ലുവിളികൾ ഇങ്ങനെ തുടങ്ങുക. 2-ാം അധ്യായത്തിനകത്ത് പറയുന്ന വെല്ലുവിളി, നിങ്ങൾ ഒഴുകിപ്പോവരുത്. 3-ാം അധ്യായത്തിനകത്ത് നൽകുന്ന വെല്ലുവിളി, നിങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ച് കളയരുത്. 4-ാം അധ്യായത്തിൽ നൽകുന്ന വെല്ലുവിളി, നിങ്ങൾ അനുസരണക്കേട് കാണിക്കരുത്. 5-ാം അധ്യായം നൽകുന്ന വെല്ലുവിളി, നിങ്ങൾ മന്ദതയുള്ളവരാകരുത്. അങ്ങനെ പലവിധ വെല്ലുവിളികൾ അല്ലെങ്കിൽ പലവിധ മുന്നറിയിപ്പുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. 4 പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളാണ് 5 അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ആ ഓരോ വെല്ലുവിളികളും ഒന്ന് തൊട്ടുപോയിട്ട് 4-ാം അധ്യായത്തിൽ ഗൗരവമായതിലേക്ക് വരാൻ താല്പര്യപ്പെടുക. 2-ാം അധ്യായം പറയുന്നത്, നിങ്ങൾ ഒഴുകിപ്പോവരുത്. അതുകൊണ്ട് 2 തുടങ്ങുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനെ കേട്ടധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒഴുകിപ്പോകരുത്, ഡ്രിഫ്റ്റ് ചെയ്ത് പോകരുത്. ഡ്രിഫ്റ്റ് എന്നൊരു പദമാണ് അവിടെ കാണുന്നത്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തെന്നിപ്പോവുക. ഞാനതിൻ്റെ മൂലഭാഷയിൽ ഇതിൻ്റെ അർത്ഥ വ്യത്യാസങ്ങളെ നോക്കിയപ്പം അത് കാണുന്നത് തെന്നിപ്പോവുക, വഴിമാറിപ്പോവുക, ഗതി തെറ്റിപ്പോവുക, അലഞ്ഞു പോവുക, വലഞ്ഞു പോവുക. ഇതൊക്കെ ഈ ഡ്രിഫ്റ്റിംഗ് എന്ന പദത്തിന്, ഒഴുകിപ്പോകുക എന്ന പദത്തിൻ്റെ വ്യത്യസ്ത അർത്ഥവ്യത്യാസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഈ വിശ്വാസ ജീവിതത്തിനകത്ത് അലഞ്ഞു പോവരുത്, വലഞ്ഞു പോവരുത്, ഗതി തെറ്റിപ്പോവരുത്.
വഴിതെറ്റിപ്പോവരുത്, ഒഴുകിപ്പോവരുത്. നമുക്കറിയാം ഈ ജങ്കാറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം മറ്റുള്ള കയറ്റിയിട്ട് നമുക്ക് അക്കരെ പോകാൻ പറ്റും. പക്ഷേ ഭയങ്കര ഒഴുക്കുള്ള സമയത്ത് ജങ്കാറിൻ്റെ പിടിവിടും. ഈ ജങ്കാർ ഒഴുകിപ്പോവും. പക്ഷെ അങ്ങനെ ഒഴുകുന്ന ഒഴുക്ക് ഒരിക്കലും അക്കരെ എത്തത്തില്ല, കടലിലേ എത്തത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ജങ്കാറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇക്കരെയുള്ളവരെ അക്കരെ എത്തിക്കുന്നതാണ്. പക്ഷേ വല്ലാത്ത കാറ്റുകൾക്കും വല്ലാത്ത ഒഴുക്കുകളുടെ മുമ്പിൽ ഇതിൻ്റെ കൺട്രോൾ പോകുന്ന ഒരു ഒഴുക്കാണേ, അത് പിന്നെ എത്തുന്നത് കടലിലാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ പർപ്പസിൻ്റെ വെളിയിൽ അപകടത്തിലേക്ക് അത് ഒഴുകുക. ഇത് തന്നെയാണ് ചിലപ്പോൾ ആത്മീയ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത്. യാഥാർത്ഥ്യമായി ക്രിസ്തുവിനെ നോക്കി സഞ്ചരിക്കേണ്ട ജീവിതം ഈ ലക്ഷ്യം നഷ്ടപ്പെട്ട് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുക. അതുകൊണ്ട് താഴേക്ക് വരുന്നൊരു കാര്യമുണ്ട്. ഇവരോട് നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ. ഈ എബ്രായ ലേഖനകർത്താവ് 2:4 അത് പറയുന്നത്. പക്ഷെ അതിന് മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. ഇതിനു മുമ്പ് ഈ പഴയ നിയമ സമൂഹമായ ഇസ്രായേലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, ഇസ്രായേൽ സമൂഹത്തിന് എന്താ പറ്റിപ്പോയത്? ഇസ്രായേൽ സമൂഹത്തിന് പറ്റിപ്പോയത് അവർ പ്രവാചകന്മാരിലൂടെ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് ഹൃദയം കൊടുത്തില്ല, ചെവി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു? ന്യായവിധി സംഭവിച്ചു. അപ്പൊ പ്രവാചകന്മാര് പറഞ്ഞത് കേൾക്കാത്തവർക്ക് എന്തു വന്നു? ന്യായവിധി വന്നു. എന്നിട്ടാണ് 2-ാം അധ്യായം തുടങ്ങുന്നത്. നിങ്ങൾ കേട്ടത് ആരുടെയാണ്? പ്രവാചകന്റെ അല്ല. ഇത് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ഇസ്രായേൽ സമൂഹത്തിന് എന്തു വന്നു? ന്യായവിധി വന്നെങ്കിൽ നിങ്ങൾ കേട്ടത് പ്രവാചകന്റെ ശബ്ദമല്ല. അതുകൊണ്ട് അവിടെ പറയുന്നത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ശബ്ദം കേൾക്കാത്തവർ ന്യായവിധി വാങ്ങിച്ചെങ്കിൽ നിങ്ങൾ കേട്ട ശബ്ദം കർത്താവിൻ്റെ വായി, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിൻ്റെ ആദരത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവശബ്ദത്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. അടുത്തത് വെറുതെ പറഞ്ഞതല്ല, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ഇതിനെ സാക്ഷി നിന്ന് ഉറപ്പിക്കാനിടയായി. എന്ന് പറഞ്ഞാൽ വെറും ഒരു വാക്കുകളായിട്ടല്ല, മിയർ വേർഡുകളായിട്ടല്ല, താത്വിക ചിന്തയായിട്ടല്ല, ഒരു വൈജ്ഞാനിക ജ്ഞാനത്തിന്റെ അറിവുകൾ പ്രസരിപ്പിച്ച് പറഞ്ഞു വിട്ടതല്ല, മറിച്ച് അതിനെ അകമ്പടിയായിട്ട് അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു, വീര്യപ്രവർത്തികൾ കടന്നു, അസാധാരണമായ ദൈവമഹത്വം വെളിപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അതും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടതും നിങ്ങൾ കണ്ടതുമാണ്. ഒന്ന്, കർത്താവ് പറഞ്ഞത് നിങ്ങൾ കേട്ടു, അത്ഭുതങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിച്ചു, അനുഭവിച്ചു. 3-ാമത്, ഇതിനൊക്കെ സാക്ഷി നിന്ന ഒരാളുണ്ട്, പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നതാണ്. അപ്പൊ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു. 2 അത്ഭുതങ്ങൾ സംഭവിച്ചതിനെ ഉറപ്പിച്ചു. 3 പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നു. അടുത്തത് 4-ാമത്തേത് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. ആരാ ഈ കേട്ടവർ? കർത്താവിലൂടെ കേട്ട അപ്പോസ്തലന്മാർ നമുക്ക് ലേഖനങ്ങളിലൂടെ, സുവിശേഷങ്ങളിലൂടെ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ അടുത്ത പദം, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഒരു പ്രവാചകൻ പറഞ്ഞത് കേൾക്കാത്തവർ, അവർ തെറ്റിയൊഴിഞ്ഞു പോയില്ലെങ്കിൽ കർത്താവിൽ നിന്ന് കേട്ടവർ, അത്ഭുതങ്ങൾ പ്രാപിച്ചവർ, അടയാളങ്ങൾ പ്രാപിച്ചവർ, അവിടം കൊണ്ട് തീർന്നില്ല, പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നവർ, കേട്ടവർ ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയ്ക്ക് നമ്മൾ വില കൊടുക്കുന്നില്ലെങ്കിൽ, അതിനെ ഗണ്യമാക്കുന്നില്ലെങ്കിൽ തെറ്റിയൊഴിയാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി ഗൗരവമായൊരു ദൂത് ഞാൻ വിളിച്ചു പറയുമ്പോൾ എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രാപിച്ച രക്ഷ, പ്രാപിച്ച ആത്മീക അനുഭവങ്ങൾ, പ്രാപിച്ച ദൈവിക വെളിപ്പാട്, പ്രാപിച്ച ക്രിസ്തു ദർശനം ഇന്ന് രാത്രി ഒരു പടയും കൂടെ ഗൗരവമായി കണ്ട് പ്രാപിച്ച രക്ഷയ്ക്ക് വേണ്ടി, പ്രാപിച്ച വിശ്വാസത്തിന് വേണ്ടി, ഞാൻ അനുഭവിക്കുന്ന ഈ രക്ഷയുടെ അനുഭവത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് ജീസസ്, ഈ അനുഭവിച്ച രക്ഷയുടെ അനുഭവത്തെ ഗൗരവമായി കണ്ട് ജീവിക്കണമെന്നാണ് തിരുവെടുത്ത് നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഇത് അകത്തുള്ളവർക്കും ഈ ദൂത് ഏറ്റവും ഗൗരവമായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. കാരണം ഈ ശരിക്കും ഇത് പറയുന്ന അകത്തുള്ളവർക്ക് വേണ്ടിയാണ്. ഇത് പുറത്തുള്ളവർക്കുള്ള ദൂതല്ല, അകത്തുള്ളവർക്കുള്ള ദൂതാ. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയ, കാരണം ഈ വിധത്തിൽ മുഴുവൻ ഇത് കേട്ടത് നമ്മളാ. എന്ന് പറഞ്ഞാൽ ആ അപ്പോസ്തലന്മാരെക്കാൾ നമുക്കൊന്നും കൂടെ ഭാഗ്യം. കാരണം കർത്താവ് പറഞ്ഞത് മുഴുവൻ ഈ തിരുവെടുത്ത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് നമുക്ക് തന്നിരിക്കുക. പറയാ, ലിഖിതം ചെയ്ത് നമ്മുടെ കൈ തന്നിരിക്കുക. ഈ വിധം മുഴുവൻ കാര്യങ്ങളും നമ്മളിലും സംഭവിച്ചിട്ടുള്ളതാ, കർത്താവിൻ്റെ വചനമായി തന്നെ. തെസ്സലോനിക്കയിൽ പറയുന്നൊരു പദമുണ്ട്, ഞങ്ങൾ ഈ കേട്ട വചനം നിങ്ങൾ മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായി. അപ്പൊ ഈ വചനത്തെ എങ്ങനെ സ്വീകരിക്കേണ്ടത്? സാക്ഷാലാകുന്ന പോലെ. അങ്ങനെ തന്നെ ഈ വചനം നമ്മളിൽ വന്നിട്ടുള്ളത്. ഇതിന് പരിശുദ്ധാത്മാവ് സാക്ഷി നിന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നിട്ടുണ്ട്, നമ്മുടെ ലൈഫിനകത്ത് നടന്നിട്ടുണ്ട്.
അപ്പോസ്തലന്മാർ എഴുതി വെച്ച ലേഖനങ്ങളിലൂടെ ഉറപ്പാക്കി തന്ന ഇത്ര വലിയ രക്ഷ നമുക്ക് ഗണ്യമാക്കാതെ പോയാൽ തെറ്റിയൊഴിയാൻ കഴിയത്തില്ലെന്നുള്ള ഗൗരവമായ ഒരു പ്രബോധനം ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ ഒരു പടിയും കൂടെ ഇന്ന് രാത്രി ഓടിയ കർത്താവിന്റെ സാന്നിധ്യത്തോട് അടുത്ത് വന്നിട്ട്, കർത്താവെ മറ്റൊന്നും വന്നാലും അങ്ങിൽ നിന്ന് പിന്മാറാൻ എന്നെ അനുവദിക്കരുതെന്നുള്ള ആഴമായ ഒരു പ്രാർത്ഥന ഇന്ന് രാത്രി നമ്മൾ ഉയരട്ടെ. എന്തെല്ലാം വന്നാലും അങ്ങേ വിട്ടു പോകാതെ അടുത്തു നിൽക്കാൻ. ജീസസ്. അപ്പോൾ ഒന്നാമത്തെ മുന്നറിയിപ്പ്, ഒഴുകിപ്പോവരുത്. രണ്ടാമത്തെ മുന്നറിയിപ്പ്, ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ചു കളയരുത്. ഒഴുകിപ്പോയി കഴിഞ്ഞാൽ ഒഴുകലിൻ്റെ അവസാനം പതനമാണ്. ഒഴുകിപ്പോകുന്നത് പതിക്കുക, ചെന്ന് പതിക്കുക. ഈ പതനമാണ് ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ചു കളയുക. ഒറ്റ ദിവസം കൊണ്ട് ആരും ദൈവനിഷേധിയായി മാറത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് ആരും ദൈവനിഷേധിയായി മാറത്തില്ല. ഒറ്റ ദിവസം കൊണ്ട് ആരും ഒരു പിന്മാറ്റത്തിലേക്ക് പോകത്തില്ല. ഇതൊരു വലിയ പ്രോസസ്സായിരുന്നു. അവർ പോലും അറിയാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ പോലും അറിയാതെ അവരുടെ ആത്മീയ ജീവിതത്തെ എവിടേക്കോ ഗൗരവമായി കാണാത്തതിൻ്റെ പ്രതിഫലനമാണ് പിന്നീട് വെളിപ്പെട്ടത്. എന്ന് പറഞ്ഞ് ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി. ഈ മുടിയനായ പുത്രൻ ഒറ്റ ദിവസം അപ്പനോട് വന്നിട്ട് അവകാശം തരാൻ ചോദിച്ചാണോ? ഒരിക്കലുമല്ല. തലേദിവസം വൈകിട്ട് അപ്പൻ്റെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് എൻ്റെ അവകാശം എനിക്ക് തരണമെന്ന് പറഞ്ഞതല്ല. ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി കാണും. അങ്ങനെ തുടങ്ങിയതിൻ്റെ ഏതോ ഒരു ദിവസം അതിൻ്റെ ക്ലൈമാക്സിലാണ് അപ്പനോട് വന്ന് ചോദിക്കുന്നത്, എനിക്ക് എൻ്റെ അവകാശം വേണം. ഞാൻ പറഞ്ഞത് ഈ പിന്മാറ്റം എന്ന് പറയുന്നത് ദൈവനിഷേധിയാകുക എന്ന് പറഞ്ഞത് ഒറ്റ ദിവസം കൊണ്ട് തുടങ്ങുന്ന സംഭവമല്ല. അകത്ത് വീഴുന്ന ചെറിയൊരു വിത്ത്, അകത്ത് വീഴുന്ന ചെറിയൊരു സംശയം, അകത്ത് വീഴുന്ന ദൈവാശ്രയം ഇല്ലാത്ത ഏതോ ഒരു ചെറിയ അവസരം നമ്മൾ കൊടുത്തു. ദൈവത്തെ ആശ്രയിക്കുന്നതിന് പകരം മറ്റെവിടെയോ നമ്മൾ ലോകത്തെ ആശ്രയിച്ചു. ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എവിടെയോ മാനുഷികമായതിൽ ആശ്രയിച്ചു. ദൈവത്തിന് സകല കൺട്രോളും കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എവിടേക്കോ കൺട്രോൾ എടുത്തു. നമ്മുടെ ദാനം എവിടേക്കോ കൺട്രോൾ എടുത്തു. ഇവിടെയാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചത്. ഇങ്ങനെ പോകുന്നതിൻ്റെ അന്ത്യമാണ് ഒരിക്കൽ വരും ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ചു കളയും. ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ച് കളയുമ്പോൾ തന്നെ ഈ ജനം എവിടെ ഉണ്ട്? ആലയത്തിലുണ്ട്. പലരും ആലയത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം ഒരു തീസിസ് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഇന്നത്തെ സമൂഹത്തെയൊക്കെ എൻകൗണ്ടർ ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, ഇന്ന് ചർച്ചിൽ ഉണ്ടെന്ന് പറയുന്ന പലരും മനസ്സുകൊണ്ട് ദേ ആർ ഔട്ട് ഓഫ് ദ ചർച്ച്. മനസ്സുകൊണ്ട് അതായത് ഒരു സ്റ്റാറ്റിക്സ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാനത് പൊതുവും കൂടെ കേൾക്കുന്നുണ്ട്, അത് അധികം ആഭാവം പറയുന്നില്ല. കൃത്യമായിട്ട് ഒരു സമൂഹം നമ്മുടെ ചർച്ചിലുള്ള ഒരു സമൂഹം മനസ്സുകൊണ്ട് ദേ ആർ ഇൻ ദ ചർച്ച്, പക്ഷേ നല്ലൊരു പങ്കും മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട് അവർ സഭയിലുണ്ട്, മനസ്സുകൊണ്ട് അവർ സഭയ്ക്ക് വെളിയിലാണ്. ഇതിനകത്തുള്ളപ്പോൾ തന്നെ മനസ്സുകൊണ്ട് അവർ വെളിയിലാണ്, മനസ്സുകൊണ്ട് ലോകത്തിലാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു വല്ലാത്ത അപകടമാണ്. നമുക്ക് മുമ്പിൽ നിൽക്കുന്ന അസ്തിത്വപരമായ ഒരു വെല്ലുവിളിയുടെ നടുവിൽ നിൽക്കുക. ഒരു സമൂഹം എന്ന നിലയിൽ അസ്തിത്വപരമായ വെല്ലുവിളിയുടെ നടുവിൽ നമ്മൾ നിൽക്കുക. ഇതിൻ്റെ നടുവിലാണ് സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇതിനെ കണ്ടവർ എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ ആരെഴുന്നേൽക്കും? ഇതിനെ അനുഭവിച്ചവർ എഴുന്നേറ്റില്ലെങ്കിൽ ആരനുഭവിക്കും? ഈ എബ്രായ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഇവർ ദൈവമഹത്വത്തെ കണ്ടവരാ, ദൈവമഹത്വത്തെ അനുഭവിച്ചവരാ. ദൈവമഹത്വത്തെ അനുഭവിച്ചവർ പിന്മാറിപ്പോയ, ദൈവമഹത്വത്തെ പറ്റി കേട്ടവരുടെ ഗതി എന്താ? ഞാൻ പറയാം, നമ്മളൊരു കാര്യം കണ്ടെന്നിരിക്കട്ടെ. ഞാനിവിടെ വന്ന് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നു, നിങ്ങളോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുന്നു. ഇതൊരു 10 വർഷത്തിന് ശേഷം മറ്റൊരാളോട് ഞാൻ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനൊരു സ്ഥലത്ത് ഞാൻ വന്നു, ഇങ്ങനൊരിടത്ത് വന്ന് ഞാൻ പ്രസംഗിച്ചു. ഞാൻ എത്ര പറഞ്ഞു കൊടുത്താലും വന്ന് നിങ്ങളോടൊപ്പം കൂട്ടായ്മ ആചരിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അവരിലോട്ട് എത്തുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ കണ്ടതിൻ്റെ അത്രയും എഫക്റ്റ്, അനുഭവിച്ചതിൻ്റെ അത്രയും എഫക്റ്റ് അടിയന്തരാവസ്ഥയെപ്പറ്റി പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് അനുഭവിക്കാൻ എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല, ജനിച്ചിട്ടില്ല. പക്ഷേ അടിയന്തരാവസ്ഥയെപ്പറ്റി അനുഭവിച്ചവരോട് ചോദിക്കണം, കെടുതി ഉണ്ടായിരുന്നോന്ന്. അവർ പറയും കെടുതിയാന്ന് പറയും, ഭയങ്കര കെടുതിയാ. അപ്പൊ വായിച്ചറിവിനേക്കാൾ ഗൗരവം അനുഭവിച്ച. എന്നാൽ കോവിഡ് ലോക്ക്ഡൗൺ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, കാരണം അത് ഞാനും എന്ത് ചെയ്താ, കടന്നുപോയതാ. ഞാൻ പറഞ്ഞത് ഈ കേട്ടറിവിനേക്കാൾ ഭയങ്കരമാണ് അനുഭവിച്ചറിയുന്നത്. അപ്പൊ അനുഭവിച്ചവർ പിന്മാറിപ്പോയാൽ കേട്ടവരുടെ ഗതി എന്താവും? എബ്രായ സമൂഹം വെക്കുന്ന വെല്ലുവിളി ഇതാ.
കണ്ടവർ, അനുഭവിച്ചവർ, ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിന്നവർ, ദൈവമഹത്വത്തെ കണ്ടവർ, അവർ പിന്മാറിപ്പോകുമ്പം ഇവർ പറയുന്നത് കേട്ടവരുടെ ഗതി എന്താകും? അതുകൊണ്ട് തമ്പുരാൻ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത് തിരിച്ചു വിളിക്കുന്നത്, നിങ്ങൾ റിവൈവ് ചെയ്യപ്പെടണം, നിങ്ങളകത്ത് ഉന്മേഷം പ്രാപിക്കണം, നിങ്ങളകത്ത് ജീവൻ പ്രാപിക്കണം. ഈ സത്യദൈവത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ ജീവൻ പ്രാപിച്ചാൽ മാത്രമേ നാളെ ഒരു തലമുറയ്ക്ക് അസ്തിത്വമുള്ളൂ. ജീസസ് എന്ന് പറഞ്ഞ ജീവൻ നടക്കേണ്ടത് അവരിലല്ല, ജീവൻ നടക്കേണ്ടത് നമ്മില. നമ്മുടെ അകത്ത ജീവൻ വരേണ്ടത് അടുത്തൊരു തലമുറകളിലേക്ക് ജീവൻ കൈമാറുന്നതിന് മുമ്പ് ആ ജീവൻ പ്രാപിച്ചിട്ടും മടുത്തിരിക്കുന്ന സമൂഹം ആ ജീവന്റെ പുതുക്കത്തിൽ തിരിച്ചു വരുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു ഇടപെടലിലേക്ക്, ദൈവവചനത്തിന്റെ ഇടപെടലിലേക്ക് ദൈവിക സമൂഹങ്ങൾ മടങ്ങി വന്ന് അവൻ ആത്മാവിൽ റിവൈവ് ചെയ്യപ്പെടണം. ജീസസ്, നമ്മൾ റിവൈവ് ചെയ്യപ്പെട്ടാലേ നമ്മൾ ഇന്നത് കത്തിപ്പടരത്തുള്ളൂ. ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ചു കളഞ്ഞു, എൻ്റെ ത്യജിച്ചു കളഞ്ഞു. സംഭവിച്ചെന്നറിയോ? അതിന് മുമ്പ് കാരണം പറഞ്ഞു. അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയരുണ്ട്, ഇവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അപ്പം ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ചു കളയാൻ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ലോങ് പ്രോസസ്സാണ്. അതിന് അടിസ്ഥാനപരമായ കാര്യമായിരുന്നു ഹൃദയം എന്തായിപ്പോയി. ഈ ഹൃദയം കഠിനപ്പെട്ടു പോലെ ഏറ്റവും വലിയ കുഴപ്പം, ഞാൻ ചെയ്യുന്നത് തിന്മയാണെന്ന് ചെയ്യുന്ന എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ചെയ്യുന്ന എനിക്ക് പോലും അറിയത്തില്ല. ഹൃദയം കഠിനപ്പെട്ടു പോയി. പക്ഷെ അവസാനം ഒരു ദിവസം മനസ്സിലാകും, ഞാൻ ഈ ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ചു കളയും. ഇവിടെ പറയുക, നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു അബദ്ധം വരരുത്, നിങ്ങൾക്കാർക്കും അങ്ങനെ ഒരു തകർച്ച വരരുത്. ജീവനുള്ള സത്യദൈവത്തെ നിങ്ങൾ ത്യജിച്ചു കളയരുത്. നിങ്ങളുടെ ഹൃദയം മാംസളമായി കർത്താവിൻ്റെ ആത്മാവ് ആടത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കോരി എഴുതപ്പെട്ട ആത്മാവിനാൽ അനുദിന ജീവിതത്തിൽ ശുദ്ധീകരണവും വിശുദ്ധീകരണവും സംഭവിച്ചുകൊണ്ട് നിങ്ങൾ ആ തേജസ്കരണത്തിന്റെ പ്രക്രിയയിലേക്ക് നിങ്ങൾ എത്തുന്ന ആ ഒരു അനുഭവം ഒരിക്കൽ സംഭവിച്ചിട്ട് തീരുന്ന ഒരു പ്രോസസ്സിലല്ല നമ്മളായിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനാൽ നമ്മൾ ഏകീകരിക്കപ്പെട്ടു. ആ അനുദിന ജീവിതത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. നാളെ ഒരു ദിവസം സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തിയ തേജസ്കരണത്തിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. അപ്പം നീതീകരണം, ഏകീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എല്ലാം തീർന്നിട്ടില്ല, ഇന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുക. അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, കർത്താവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുക, കർത്താവിന്റെ ആ തേജസ്സിനോട് നമ്മൾ അനുരൂപപ്പെട്ട് ഓരോ ദിവസവും സഞ്ചരിക്കുക. ജീസസ്. അപ്പം ഇത് ഒരു ഡെയിലി പ്രോസസ്സാണ്. ഹൃദയം കഠിനമാവരുത്. ആത്മാവ് നമ്മെ തിരുത്തട്ടെ, ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കട്ടെ, ആത്മാവ് നമ്മെ തകർക്കട്ടെ, ആത്മാവ് നമ്മെ മോൾഡ് ചെയ്യട്ടെ, ആത്മാവ് നമ്മെ കൈപിടിച്ച് നടത്തട്ടെ. നമ്മൾ പരാജിതരാകത്തില്ല. നമ്മെ അവിടെ എത്തിക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ സഹായമുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇവിടെ ഹൃദയത്തിനകത്ത് കഠിനത ഭവിക്കാതെ ആത്മാവിന്റെ സഹായത്തോടെ മുന്നേറണം. രണ്ടാമത്തെ മുന്നറിയിപ്പ്, നിങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കാൻ അനുദിന ജീവിതത്തിൽ ആത്മാവിന്റെ സഹായത്തോടെ വിശുദ്ധീകരിക്കപ്പെട്ട് മുമ്പോട്ട് പോകണം. മൂന്നാമത്തെ കാര്യം നമ്മൾ വായിച്ച ഭാഗത്താണ് കിടക്കുന്നത്, 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. അതുകൊണ്ട് നാം അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന്. ശ്രദ്ധിക്കണേ ഈ ഭാഗം. ഇവിടെ പറയുന്ന മൂന്നാമത്തെ മുന്നറിയിപ്പ് വാണിംഗ് അഗൈൻസ്റ്റ് ഡിസൊബീഡിയൻസ് ആണ്, അനുസരണക്കേടിനെതിരെയുള്ള മുന്നറിയിപ്പാണ്. ഈ ജനത്തിന് പറ്റിയ വലിയൊരു കാര്യമുണ്ട്, ഇവർ അനുസരണക്കേട് കാണിച്ചു. ആരെ പറ്റി പറയുന്നത്? ഇത് പറയുന്നത് ഇസ്രായേലിനെ പറ്റിയാണ്, ഇസ്രായേലി സമൂഹത്തെ പറ്റി പറയുന്നത്. അതുകൊണ്ട് അവർ അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തം എന്ന് പറഞ്ഞ് എന്തോ അതിന്റെ മുകളിൽ എന്തുണ്ട് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ അവർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നോക്കിയാൽ ഇസ്രായേലിന് മരുഭൂമിയിൽ സംഭവിച്ചത് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത്, നാം അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തം, അവരെ പോലെ നിങ്ങളും എന്ത് ചെയ്യരുത്. സിമ്പിൾ. നമുക്കൊരു ഒരു ഉദാഹരണം വെച്ചിട്ട് പറയാം, അവരെ പോലെ നിങ്ങളും എന്ത് ചെയ്യരുത്, ആവരുത്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവർ മരുഭൂമിക്കകത്ത് എന്ത് ചെയ്തു? മരുഭൂമിക്കകത്ത് അവർ അനുസരണക്കേട് പ്രവർത്തിച്ചു. ഞാൻ കൊരിന്തി ലേഖനത്തിലേക്ക് വരുമ്പം കൊരിന്തി ലേഖനം പറയുന്നൊരു പദമുണ്ട്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, ഒരേ ആത്മീക ആഹാരം കഴിച്ചു, ഒരേ ആത്മീക പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീക പാറയെന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്തൊരു പദം, എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ കഴിക്കുന്നതല്ല വിഷയം, കുടിക്കുന്നതല്ല വിഷയം,
ഒരേ സ്ഥലത്ത് നടക്കുന്നതല്ല വിഷയം, സ്നാനപ്പെട്ടതുമല്ല വിഷയം, അതിനപ്പുറത്തെ കാര്യം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരുടെ നന്മയും ഇവരുടെ യാത്രയും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. പലപ്പോഴും ഇന്നത്തെ ഒരു ദൈവശാസ്ത്രത്തിനകത്ത് നന്മ ലഭിക്കുന്നെങ്കിൽ അതിനർത്ഥം ആത്മീയത ഓക്കെയാണ്. അങ്ങനൊന്നുമില്ല. എൻ്റെ ആത്മീയത ഓക്കെ അല്ലെങ്കിലും എൻ്റെ നന്മയ്ക്ക് മൊട്ടൊന്നും വരുത്തുന്ന ദൈവമല്ല. അങ്ങനെയൊക്കെയുള്ള പരിപാടി നമ്മളാണ് ചെയ്യുന്നത്. ദൈവത്തിന് ഞാൻ ഈ ഒരു 3-ാം അധ്യായത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. 3-ാം അധ്യായം പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 8-9 വാക്യം നോക്കിയാൽ മതി. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി. എത്ര വർഷം? 40 വർഷം എന്ന് പറഞ്ഞാൽ 40 വർഷം ദൈവം അവരോട് എന്തായിരുന്നു? പിണക്കമായിരുന്നു. ദൈവം അവരോട് പിണക്കമായിരുന്നു. ഈ 40 വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മന്ന മുട്ടിച്ചോ എന്ന് പറഞ്ഞാൽ ഇവര് ദൈവത്തോട് പിണങ്ങിയിരിക്കുന്നതിൻ്റെ അന്ന് രാവിലെയും വാതിൽ തുറക്കുമ്പോൾ മഞ്ഞി പൊതിഞ്ഞ് മന്നയുണ്ട്. അപ്പൊ പറയുക, ദൈവം മന്ന തരുന്ന ദൈവത്തിന് സ്വോത്രം എന്ന് പറയുമ്പോൾ ആത്മീയത ശരിയായിട്ടല്ല മന്ന കിട്ടിയേ. ദൈവത്തോട് പിറുപിറുത്തപ്പോഴും, ദൈവത്തോട് മത്സരിച്ചപ്പോഴും, ദൈവത്തിനെതിരെ നിന്നപ്പോഴും, ദൈവത്തിന് വിരോധമായി വാക്ക് പറഞ്ഞപ്പോഴും മന്ന കിട്ടി. എന്ന് പറഞ്ഞാൽ മന്ന കിട്ടുന്നതല്ല വിഷയം, നന്മ കിട്ടുന്നതല്ല വിഷയം. ഇന്നത്തെ ആത്മീയതയുടെ ഒരു അപകടകരമായ ഒരു ഭാഗം ഇത് പറഞ്ഞാൽ നന്മകൾ ലഭിക്കുമ്പോൾ പറയും എൻ്റെ ആത്മീയതയൊക്കെ അല്ലെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മേക്കാൾ നന്മയുള്ള എത്രയോ ആൾക്കാരുണ്ട്. എലോൺ മസ്കിനെ പറ്റി എന്താ പറയേണ്ടി വരും? വാറൻ ബഫറ്റിനെ പറ്റി എന്ത് പറയേണ്ടി വരും? അദാനിയെ പറ്റി, അംബാനിയെ പറ്റി എന്ത് പറയേണ്ടി വരും? ഇങ്ങനെയുള്ള ഉന്നത വ്യക്തിത്വങ്ങളെ പറ്റി എന്ത് പറയും? അവർക്ക് ദൈവിക ബോധം ഉണ്ടായിട്ടല്ല. നല്ലൊരു ബിസിനസ്മാൻ ആണോ, നന്മ കിട്ടും. ബിസിനസ് നടത്താൻ അറിയാവോ, നന്മ കിട്ടും. ഇത് പറഞ്ഞ് ഇതിനെയൊന്നും ആത്മീയതയുമായി കൂട്ടി കുഴക്കാൻ പറ്റത്തില്ല. ആത്മീകമായതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ, ആത്മീകമായ ഗൗരവമായതിന്റെ വിഷയം നന്മയല്ല. ഇത് പറഞ്ഞാൽ എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം ശരിയല്ലെങ്കിലും നന്മയ്ക്ക് ഒരു കുറവും കാണത്തില്ല. നിങ്ങളെ മരുഭൂമി നോക്ക്, ദൈവം പിണങ്ങിയപ്പോഴും ഒറ്റ ദിവസവും ഈ മേഘസ്തംഭം മാറ്റിയിട്ടില്ല. നമ്മൾ പിണങ്ങി എന്നെ ചെയ്യും. എനിക്കൊരു സഹോദരനെ അറിയാം. അദ്ദേഹം ആ ഒരു സഭയിൽ പുള്ളിയായിരുന്നു എല്ലാ ആഴ്ചയും കഞ്ഞി കൊടുക്കുന്നത്. എല്ലാ ആഴ്ചയും പുള്ളിയാണ് കഞ്ഞി കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, നാളെ തൊട്ട് കഞ്ഞിയില്ലെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ബന്ധക്കാർ അവിടെയുള്ള മുഴുവൻ വരും. ഏതോ ഒരു കാര്യത്തിന് ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ ബന്ധക്കാരുൾപ്പെടെ ആരും കേട്ടില്ല. പുള്ളി പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരാളും ഞാൻ വെക്കുന്ന കഞ്ഞി കുടിക്കേണ്ട. ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത ഒരാളും, അപ്പം പറഞ്ഞത് കേട്ടില്ലെങ്കിൽ കഞ്ഞി മുട്ടിക്കുന്ന ആളുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്. പക്ഷേ ഇവരാത്രയും മത്സരിച്ചിട്ടും ഒരൊറ്റ ദിവസം മന്ന മുട്ടിക്കാത്ത ദൈവം. ആ മേഘസ്തംഭം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ചൂടുകൊണ്ട് അവിടെ തകർന്നു പോയേനെ. അഗ്നിസ്തംഭം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ അവർ അവിടുത്തെ അസാധ്യമായ ആ ടെമ്പറേച്ചറിന്റെ വ്യത്യാസം കൊണ്ട്, താപം കൊണ്ട് അവർ തകർന്നു പോയേനെ. ഇതൊന്നും ദൈവം മാറ്റിയില്ല. എന്ന് പറഞ്ഞാൽ എന്നെ പോലല്ല എൻ്റെ ദൈവം. അതുകൊണ്ട് അവിടുന്ന് ദൈവമായിട്ടിരിക്കുന്നത് എന്നെ പോലല്ല. അവിടുന്ന് എൻ്റെ വാക്കുകൾ എത്രയോ എൻ്റെ ദൈവത്തിന് വിരോധമായി വന്നിട്ട്, എൻ്റെ പ്രവൃത്തി എത്രയോ എൻ്റെ ദൈവത്തിന് വിരോധമായി വന്നിട്ട് സംരക്ഷണം മുടക്കിയിട്ടില്ല, കാവൽ മുടക്കിയിട്ടില്ല. അങ്ങനെങ്ങാനും ദൈവം മുടക്കിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ് ഇവർ ഉടുപ്പില്ലാത്തവരായി മാറിപ്പോയനെ. കാരണം ദേഹത്ത് ഉടുപ്പ് കിടപ്പുണ്ട്. അവിടെ എഴുതി വെച്ചത്, ഈ 40 വർഷം ഈ ഉടുപ്പ് എന്ത് ചെയ്തിട്ടില്ല, പഴകിപ്പോയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല. ഈ പകുതി വഴിക്ക് വിറുവിറുത്തപ്പോൾ ദൈവം പറയും, ഇന്ന് തൊട്ട് ആ ചെരുപ്പിൻ്റെ പ്രൊട്ടക്ഷൻ ഞാൻ അങ്ങ് വെട്ടുക, ഉടുപ്പിൻ്റെ പ്രൊട്ടക്ഷൻ ഞാൻ അങ്ങ് വെട്ടുക, അന്ന് തീരും പരിപാടി എന്ന് പറഞ്ഞാൽ അന്നേരവും മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ ദേഹത്ത് കിടക്കുന്നത് ഒരു അടയാളമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിച്ചിട്ടും എൻ്റെ ദൈവം വിശ്വസ്തനാ. അന്നേരവും ദൈവത്തിന്റെ സംരക്ഷണത്തിനകത്ത് കാലൂന്നിയാ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ വട്ടം പുറകിൽ മാറിയിട്ടും എൻ്റെ ദൈവം വിശ്വസ്തനായി തുടർന്നതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെ ജീവനോടിരിക്കുന്നതെന്ന് അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ആ ദൈവത്തിന് ധൈര്യത്തോടെ നന്ദി പറയണം. ദൈവമേ, അങ്ങയുടെ സംരക്ഷണത്തിന്, പരിപാലനത്തിന് സ്തോത്രം. ജീസസ്. ഞാൻ ചിലപ്പോൾ പറയും, ഈ മരുഭൂമി യാത്ര നോക്കിയ പുതിയതൊന്നുമില്ല. ഉണ്ടോ?
പുതിയതൊന്നുമില്ല. മന്ന ഇന്നലത്തെ അതേ ടേസ്റ്റിലാണ് മന്ന ഇന്നും. പുതിയതൊന്നുമില്ല. പക്ഷെ ഉള്ള കരുതൽ ദൈവം കുറച്ചിട്ടില്ല. ചിലപ്പോഴൊക്കെ ലൈഫിനകത്ത് ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നറിയോ? നമ്മൾ നോക്കുമ്പം എല്ലാവർക്കും കിട്ടുന്ന പോലെ പുതിയതൊന്നും നമുക്കില്ല. പക്ഷെ ഉള്ള ഉറവ ദൈവം അടച്ചിട്ടില്ല. ഉള്ള ഉറവ ദൈവം അടച്ചിട്ടില്ല. ഉള്ള കരുതൽ ദൈവം വെട്ടിയിട്ടില്ല. അത് ദൈവം നമുക്ക് തന്നു നടത്തുന്നെങ്കിൽ എത്രയധികം ദൈവത്തിന് നന്ദി പറയേണ്ടി വരും. ഇതിനെന്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, മറിച്ച് എനിക്ക് വേണ്ടി തുറന്ന ചില ഉറവകൾ അടയ്ക്കാതെ വണ്ണം ഈ മരുഭൂമിയിൽ എന്നെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ഓർക്കുമ്പോൾ എത്ര എനിക്ക് അന്തർഭാഗത്തിനും ദൈവത്തിനും നന്ദി പറയാൻ കഴിയും. കർത്താവേ, ചിലതൊക്കെ എന്നിൽ നിന്ന് വറ്റിപ്പോകാതെ ചില ഉറവകൾ എനിക്ക് വേണ്ടി പിന്നെയും അങ്ങ് തുറക്കുന്നത് സ്തോത്രം. ജീസസ് ജീസസ്. അപ്പൊ പ്രിയരെ, അനുസരണം കേട്ടപ്പോഴും എൻ്റെ ദൈവം കരുതൽ കുറച്ചിട്ടില്ല കേട്ടോ. ഒരു കരുതലും കുറച്ചില്ല. പക്ഷെ ഇനി ഗൗരവമായ വിഷയത്തിലേക്ക് ഞാൻ വരിക. ഇതൊന്നുമല്ല മാറ്റർ. നമ്മൾ വായിച്ച 4-ാം അധ്യായത്തെ 1-ാമത്തെ വാക്യ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം എന്ന് പറഞ്ഞ കരുതലിനല്ല നമ്മെ വിളിച്ചത്. ഞങ്ങളുടെ സെൻട്രൽ കൺവെൻഷൻ ആയിരുന്നു, മല്ലപ്പള്ളി സെൻട്രൽ കൺവെൻഷൻ ആയിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ അവിടെ പ്രസംഗിച്ചൊരു ദൈവദാസൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞു, നാം ദൈവത്തിൻ്റെ പിൻപേ പോകുന്നു, അവിടുന്ന് ഇടയൻ, നമ്മൾ ആടുകൾ, നമ്മുടെ പുറകിൽ എന്താ വരുന്നത്? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇന്നതിൻ്റെ റിവേഴ്സ് ഓർഡറാന്ന് പറഞ്ഞു. ആദ്യം പോകുന്നത് നന്മ പോകുന്നു, അതിൻ്റെ പുറകിൽ ആര് പോകുന്നു? നമ്മൾ പോകുന്നു. നമ്മുടെ പുറകിന് കർത്താവ് വരുന്നു. മോനെ, നീ എൻ്റെ വഴിക്ക് വാടാന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ പുറകെ വരുന്നു. ആദ്യം എങ്ങനെ ആയിരുന്നു? നമ്മൾ ദൈവത്തിൻ്റെ പുറകെ പോകുന്നു, നന്മയും കരുണയും നമ്മുടെ പുറകെ വരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു, നമ്മൾ നന്മയുടെ പുറകിൽ പോകുന്നു, കർത്താവ് എൻ്റെ മോനെ നീ എൻ്റെ വഴി വരാൻ പറഞ്ഞ് അവസരങ്ങൾ നമുക്ക് തരുന്നു. എന്താകട്ടെ, പക്ഷെ ഒരു കാര്യം, റിവേഴ്സ് ഓർഡറിലേക്ക് കാര്യങ്ങൾ പോവുക. ഇവിടെ ഗൗരവമായ വിഷയം പറയുക, അവൻ്റെ സ്വസ്ഥത. ഈ ജനത്തോട് ഞാൻ ഈ എബ്രായ ലേഖനം 4-ാം അധ്യായം നോക്കുമ്പം ഞാൻ കണ്ട 4 സ്വസ്ഥതയുണ്ട്. 4 സ്വസ്ഥത. 1 ദൈവിക സ്വസ്ഥത, 2 മരുഭൂമിയുടെ സ്വസ്ഥത, 3 കനാന്റെ സ്വസ്ഥത, 4 നിത്യസ്വസ്ഥത. ആദ്യത്തെ സ്വസ്ഥത 6 ദിവസത്തെ നിർമ്മിതിക്ക് ശേഷം ദൈവം ഓരോ നിർമ്മിതിയും കഴിയുമ്പോൾ പറഞ്ഞു, നല്ലത്, ഏറ്റവും നല്ലത്, മനോഹരം. ദൈവം ആ പറഞ്ഞതിനപ്പുറത്ത് 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. ആ സ്വസ്ഥത കാണിക്കുന്ന ഒരു സംതൃപ്തിയാണ്, ഡിവൈൻ കണ്ടൻമെൻ്റ് ആണ് അത് കാണിക്കുന്നത്. ഒരു ദൈവിക സംതൃപ്തിയെ കാണിക്കുന്ന സ്വസ്ഥതയാണ് ആദ്യ ഭാഗം. ഈ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം ചിലതിനെ നോക്കി, ദൈവം സൃഷ്ടിച്ചതിനെ ദൈവം തന്നെ നോക്കിയിട്ട് പറഞ്ഞു നല്ലത്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് ചെയ്യുന്നതിനെ നാം നോക്കിയിട്ട് അത് നല്ലതാന്ന് പറയുമ്പം നമുക്ക് സ്വസ്ഥത അനുഭവിച്ച് നിൽക്കാൻ കഴിയും. ഇത് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനകത്ത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെയും നന്മയ്ക്കാണെന്ന്, അതെല്ലാം നല്ലതാണെന്ന് എൻ്റെ അകത്തൊരു ബോധ്യം ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് സംതൃപ്തിയുടെ ലൈഫായി മാറും. എൻ്റെ ലൈഫ് സ്വസ്ഥതയുടെ ജീവിതമായി മാറും. അതല്ലെങ്കിൽ എൻ്റെ പരവേശം മാറത്തില്ല, എൻ്റെ സങ്കടം മാറത്തില്ല, എൻ്റെ വേദന മാറത്തില്ല. നമ്മൾ പാടുന്നൊരു പഴയ പാട്ടുണ്ട്, ഇന്നുള്ള ശോധന നൽകുന്ന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും. പക്ഷെ വിശ്വസിച്ച് ആശ്രയിക്കുമ്പം അന്ന് എനിക്കറിയാം ഇതിൻ്റെ പിൻപിലെ കാരണം എന്താ എന്ന് പറഞ്ഞ, ചിലതിൻ്റെയൊക്കെ മുമ്പിലെ കാരണം നമുക്കറിയത്തില്ല. പക്ഷെ ദൈവം അതും എനിക്ക് ചെയ്യുന്നത് നന്മയ്ക്കാണെന്ന്. റോമാലേഖനം പറയുന്ന പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതൊരു മറ്റൊരു വിഷയമാണ്. പക്ഷെ ഞാൻ അതിനകത്ത് സാധാരണ പറയുന്ന ഒരു 5 കാര്യമുണ്ട്. 1, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 1 ദൈവം പ്രവർത്തിക്കും. 2 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കും. 3 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നന്മയ്ക്കായി പ്രവർത്തിക്കും. 4 ദൈവം തൻ്റെ മുൻനിർണയ പ്രകാരം പ്രവർത്തിക്കും. 5 ദൈവം പ്രവർത്തിക്കുന്നതിന് തികവായിട്ട് പ്രവർത്തിക്കും.
അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാ? ഒന്ന്, ആ പ്രവർത്തിക്കുന്ന ദൈവം. രണ്ട്, നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവം. മൂന്ന്, ആ എന്നിൽ പ്രവർത്തിക്കുന്നത് തൻ്റെ മുൻനിർണയപ്രകാരം പ്രവർത്തിക്കുന്ന ദൈവം. നാല്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. അഞ്ച്, തികവായി പ്രവർത്തിക്കുന്ന ദൈവം. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ദൈവം ഉള്ളതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പ, അതൊന്നും തിന്മയല്ല, അതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാക്കി തീർക്കുക. ഇന്ന് ലൈഫിനകത്ത്, ജീവിതത്തിനകത്ത് ഇരുട്ട് നിറഞ്ഞ പല മേഖലകളെ ഇന്നെനിക്കതിൻ്റെ കാരണം അറിയത്തില്ല, പക്ഷെ നാളെ മനസ്സിലാകും ദൈവം ചെയ്ത ചില നന്മയുടെ തുടക്കമായിരുന്നത്. ദൈവം ചെയ്ത നന്മയുടെ, ഇന്ന് തിന്മകളെന്ന് ലോകം പറഞ്ഞതിനെ, നമ്മൾ വിചാരിച്ചതിനെ, സമൂഹം പറഞ്ഞതിനെ നന്മയ്ക്കാക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് അകത്ത് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് ആ സ്വസ്ഥത അനുഭവിച്ച്, സംതൃപ്തി അനുഭവിച്ച് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയും. എൻ്റെ ദൈവം ചെയ്യുന്നതൊക്കെയും നന്മയ്ക്കാ. ഇത് ക്രൈസ്തവിക സന്ദേശത്തിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ക്രൈസ്തവിക സന്ദേശത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഉയർച്ചയാണേലും താഴ്ചയാണേലും, അല്ലെങ്കിൽ ആരോഗ്യമാണേലും രോഗമാണേലും, ഏതവസ്ഥയാണേലും ക്രിസ്തുവിൽ ഞാൻ സംതൃപ്തനാണ്. ദൈവം എനിക്ക് ചെയ്യുന്നത് നന്മയ്ക്കാ. ക്രിസ്തു എനിക്ക് ചെയ്യുന്നത് പര്യാപ്തമായതാ. ഈ ബോധ്യമാണ് എന്നെ അടിസ്ഥാനപരമായി ഉറപ്പിച്ചു നിർത്തുന്നത്. അപ്പൊ ക്രിസ്തീയ സന്ദേശത്തിന്റെ അടിസ്ഥാനപരമായ ഈ പ്രസംഗിക്കുന്നവരും ഈ യോഗം നടത്തുന്ന ഞങ്ങളൊന്നും എല്ലാത്തിനകത്തും ഓക്കെ ആയിട്ടൊന്നുമല്ല ഇവിടെ നിൽക്കുന്നത്. ഇഷ്ടം പോലെ പ്രതിസന്ധി ഞങ്ങൾക്കുണ്ട്, ഇഷ്ടം പോലെ ഭാരം ഞങ്ങൾക്കുണ്ട്, രോഗത്തിൻ്റെ അവസ്ഥകളുണ്ട്, മാനസിക ശാരീരിക വെല്ലുവിളികളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിലും ഞങ്ങളുടെ അന്തരാത്മാവിൽ പകരപ്പെട്ട ക്രിസ്തീയ സന്തോഷം കുറഞ്ഞു പോയിട്ടില്ല, ക്രിസ്തു വിശ്വാസം കുറഞ്ഞു പോയിട്ടില്ല, ക്രിസ്തീയ സമാധാനം കുറഞ്ഞു പോയിട്ടില്ല, അകത്തെ സംതൃപ്തി കുറഞ്ഞു പോയിട്ടില്ല. അത് ഞങ്ങൾക്ക് ലഭിച്ചത് മനുഷ്യനിൽ നിന്നല്ല, അത് ഞങ്ങൾക്ക് ലഭിച്ചത് യേശുവിങ്കിൽ നിന്ന്. ഇതുകൊണ്ടൊക്കെ ഇങ്ങനൊക്കെ യോഗം വിളിച്ചിട്ട് ഞങ്ങൾ ദേശത്തോട് പറയുന്നത്, ഇങ്ങനൊരു ചേഞ്ച്, റാഡിക്കൽ ചേഞ്ച് ലൈഫിൽ വരണമെന്നുണ്ടേ നിങ്ങൾ ക്രിസ്തുവിനെ അറിയണം. അതല്ലാതെ ലോകത്തിൻ്റെ ഒരു കുറുക്കു വഴിക്കകത്ത് നിങ്ങളുടെ അകത്ത് സംഘർഷം വരുമ്പോഴും അന്തരാത്മാവി സംതൃപ്തി അനുഭവിക്കാൻ കഴിയത്തില്ല. അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ അന്തരാത്മാവിലേക്ക് ഒഴുകി വരണം. അതൊരു നദി പോലെ ഒഴുകി വരണം. ഇന്ന് രാത്രി ഈ ശബ്ദസീമയിൽ എവിടെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിനകത്ത് സാധ്യതകളില്ലെന്ന് പരിതപിക്കുന്നവരുണ്ടെങ്കിൽ, ഒരു ക്രിസ്തീയ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഉയർത്തി പറയുന്നു. യേശു ക്രിസ്തുവിന് നിങ്ങളുടെ അന്തരാത്മാവിലെ സകല സംഘർഷങ്ങളെയും മാറ്റിയിട്ട് അകത്ത് സമാധാനം വരുത്താൻ കഴിയും. യേശുവിനെ കഴിയൂ, അതാണ് സന്ദേശം. യേശുവിനും കൂടി കഴിയുമെന്നല്ല ഞങ്ങൾ പറയുന്നേ, യേശുവിനെ കഴിയൂ എന്നാണ് പറയുന്നേ. ഇവിടൊക്കെയാ ഭയങ്കര ചലഞ്ച് വരുന്നത്. ഈ കവലയിലൊക്കെ ഞാൻ നിന്ന് പ്രസംഗിച്ച് കഴിയുമ്പോൾ ചിലപ്പം ചിലർ ഓടി വന്നിട്ട് പറയാറുണ്ട്, ഫസ്റ്റ് യേശു നല്ല പ്രസംഗമായിരുന്നു, പക്ഷേ അവസാനം മറ്റൊരുത്തനും പറയണ്ടായിരുന്നു. അതുവരെയൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. കാരണം ചരിത്രം പറഞ്ഞു, അവരുടെ നാടിൻ്റെ ചരിത്രം പറഞ്ഞു, മദ്യത്തെ പറ്റി പറഞ്ഞു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ രക്ഷയ്ക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, മറ്റൊരുത്തരും രക്ഷയില്ല. ഇത് പറയുമ്പോൾ അങ്ങനെ വേണ്ടായിരുന്നു, അതൊരു അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് റിലേറ്റീവായിട്ട് പറഞ്ഞാൽ മതി. പ്രിയറെ, റിലേറ്റീവ് പറയാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ സന്ദേശം പറയേണ്ട ആവശ്യമില്ല. റിലേറ്റീവ് പറയാൻ പറ്റുന്ന എത്രയോ സന്ദേശങ്ങൾ പുറത്തുണ്ട്. 10,000 കൂടുന്ന വേദിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പാർട്ടികൾക്ക് വേണ്ടി നിന്ന് റിലേറ്റീവിസം പറയാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന് വേണ്ടി നിന്ന് റിലേറ്റീവിസം പറയാം. പക്ഷേ ഇത് ആബ്സല്യൂട്ടായിട്ടാണ് പറയുന്നത്, ആസന്നിഗ്ധമായിട്ടാണ് പറയുന്നത്. ഇന്ന് രാത്രിയും പറയും, രക്ഷയ്ക്ക്, വിടുതലിന്, സമാധാനത്തിന്, ആന്തരിക സംതൃപ്തിക്ക്, പരിവർത്തനത്തിന് കഴിയുന്ന ലോകത്തിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. മറ്റൊരുത്തരിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനുകളിൽ മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ആബ്സല്യൂട്ടായിട്ട്. ഇത് വെറുതെ പറയുന്നതുമല്ല, അനുഭവിച്ചുകൊണ്ട് പറയുന്ന. ഇവിടെ ഇരിക്കുന്ന ഈ മൈക്ക് ഇവർക്കെല്ലാം കൈമാറിയ ഇന്ന് രാത്രി ഞാൻ പറയുന്നതിനേക്കാൾ ശക്തമായിട്ട് ഇവർ പറയും. കാരണം ഇത് ഞങ്ങളുടെ ലൈഫിൻ്റെ അനുഭവമാണ്. ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെ നടുവിലും ഞങ്ങൾ അനുഭവിക്കുന്ന സ്വസ്ഥത. അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവിക സ്വസ്ഥത. രണ്ടാമത്തെ സ്വസ്ഥത ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മരുഭൂമിയുടെ സ്വസ്ഥത. ഇസ്രായേൽ മരുഭൂമിയിൽ അനുഭവിച്ച സ്വസ്ഥത എന്ന് പറഞ്ഞാൽ, ഹൃദയം കഠിനപ്പെട്ടപ്പോഴും അവരെന്തനുഭവിച്ചു? സ്വസ്ഥത അനുഭവിച്ചു. കാരണം മുകളിലുള്ള മേഘസ്തംഭം, അഗ്നിസ്തംഭം, ഇത് മുഴുവൻ സ്വസ്ഥതയെ കാണിക്കുന്നതാ. പക്ഷേ എന്തെല്ലാം ചെയ്താലും ഈ സ്വസ്ഥത കൊണ്ട് മരുഭൂമിയിൽ നിൽക്കും. പക്ഷെ അതിനപ്പുറത്തൊന്നുണ്ട്. മരുഭൂമിക്കപ്പുറത്ത് കനാന്റെ സ്വസ്ഥത. മിസ്രൈമിൽ നിന്ന് വിളിച്ച ജനത്തോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് മരുഭൂമി മന്ന തരാമെന്ന് പറഞ്ഞല്ലോ വിളിച്ചേ.
മരുഭൂമി വസ്ത്രം പഴകാതെ നടത്തുമെന്ന് പറഞ്ഞല്ല വിളിച്ചത്. മറിച്ച് അവരെ വിളിച്ചപ്പോൾ ഒറ്റക്കാര്യമാണ് പറഞ്ഞത്, പാലും തേനും ഒഴുകുന്ന നാട്ടിൽ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവർക്ക് കാനാന്റെ വാഗ്ദത്തം കൊടുത്തിട്ട് അവരെ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്ത ഉറപ്പ് മരുഭൂമിയുടെ നന്മയല്ല, കാനാന്റെ നന്മയാണ് കൊടുത്തത്. പക്ഷെ എഴുതി വെച്ചത് അവരിൽ മിക്ക പേരും മരുഭൂമിയിൽ പട്ടുപോയി, മിക്ക പേരും പട്ടുപോയി, മിക്ക പേരും തകർന്നു പോയി. അന്ന് എണ്ണപ്പെട്ടത് 2 പേരും. മരുഭൂമിയിൽ കരുതൽ അനുഭവിച്ചത് കൊണ്ട് കാനാനിൽ എത്തണമെന്നില്ല, മരുഭൂമിയിൽ നന്മയുടെ വഴി നടന്നതുകൊണ്ട് കാനാനിൽ എത്തണമെന്നില്ല. ഇന്ന് രാത്രി ഈ സമൂഹം നമ്മുടെ മുമ്പിൽ വെല്ലുവിളി വെച്ചിട്ടാണ് ഞാൻ ഇനി 4ാമത്തേതിലേക്ക് പ്രവേശിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ സ്വർഗീയ സ്വസ്ഥത. അതാ 1ാമത്തെ വാക്യം വായിച്ചത്, അവൻ്റെ സ്വസ്ഥതയിൽ. ഏതായി അവൻ്റെ സ്വസ്ഥത? ഹിസ് റെസ്റ്റ് എന്ന പദമാണ് നമ്മുടെ കർത്താവിനെ അത്യുന്നതനായ ദൈവത്തിൻ്റെ പദപ്രയോഗം പറഞ്ഞിട്ട് പറയുക, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഒരു വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കുകയാണ്. ഈ സുവിശേഷ സംഗമത്തിൻ്റെ അവസാനത്തെ ദിവസം രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് മറ്റൊരു സന്ദേശവുമല്ല, നമുക്ക് വേണ്ടി ഒരു സ്വസ്ഥതയും ഒരുക്കിയിട്ടുണ്ട്, നമുക്ക് വേണ്ടി ഒരു സ്വസ്ഥതയും ഒരുക്കിയിട്ടുണ്ട്. താഴെ പിന്നീട് പറയുന്നുണ്ട്, ഒരു ശബത്തനുഭവം നമുക്ക് ശേഷിച്ചിരിപ്പുണ്ട്, ഒരു സ്വസ്ഥതയും ഒരുക്കിയിട്ടുണ്ട്. ഈ സ്വസ്ഥത ഒരുക്കി അതിനകത്ത് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? അതാണ് 12ാമത്തെ വാക്യം. ഈ അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ. അപ്പോൾ 1ാം അധ്യായത്തിൽ പറഞ്ഞു സ്വസ്ഥത ഉണ്ട്, നിങ്ങളതിന് ഭയത്തോടെ കാരണം. ഇവിടെ പറയുന്നു നിങ്ങൾ ഉത്സാഹിക്കണം. അപ്പം ആദ്യം പറയണം ഭയപ്പെടുക, അടുത്തത് പറയുന്നു ഉത്സാഹിക്കണം. അപ്പം ഈ സ്വസ്ഥതയിൽ കയറണമെന്നുണ്ടെങ്കിൽ ഭയവും വേണം, ഉത്സാഹവും വേണം. പൗലോസ് വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. താൻ പറയുന്നത്, പിടിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, നേടിയെന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, ഇപ്പോഴും പിടിക്കാമോ എന്ന് വെച്ച്. എൻ്റെ പ്രിയരെ, പൗലോസ് എന്ന പ്രേക്ഷിത വര്യന്റെ മുമ്പിൽ പോലും താൻ പറയുന്ന ആ ഭയത്തോടാണ് ഇത് പറഞ്ഞ, നമുക്ക് നേടിയെന്ന് പറയാനില്ലെന്ന്. എത്ര ആത്മീക പ്രബുദ്ധനാണ്, കരുത്തനാണെങ്കിലും നേടിയെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. മറിച്ച് നമുക്ക് ഒന്ന് പറയാം, നേടാമോ എന്ന് വെച്ച് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്ത് അത് ലഭിക്കുമോ എന്ന് വെച്ച് ഞാൻ ഓടുക. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക. ഒരു പറഞ്ഞാൽ ഓടുക. അപ്പം 1 ഭയമുണ്ട്, 2 ഉത്സാഹമുണ്ട്. ഓടുക എന്ന് പറയുമ്പോൾ ഉത്സാഹമാണ്. അപ്പം ആദ്യം ഭയമുണ്ട്, എന്തുണ്ട്? ഉത്സാഹമുണ്ട്. ഇനിയും ഈ സ്വസ്ഥതയിൽ എത്തണമെങ്കിൽ നമ്മൾ എന്തുമായിട്ട് ഡീൽ ചെയ്യണം? അതാണ് 12ാമത്തെ വാക്യം. യു മസ്റ്റ് ഡീൽ വിത്ത് ദ വേർഡ് ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവ വചനവുമായിട്ട് ഡീൽ ചെയ്യണം. ഈ വചനത്തെ നമ്മൾ ഒട്ടനവധി പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും. ഓ ജീസസ്! അപ്പൊ ഈ വചനത്തിന്റെ പ്രത്യേകത എന്താ? ഇതൊരു സാധാരണ വേർഡ് അല്ല, ഇത് ജീവനുള്ള വേർഡാണ്, ഇത് ശക്തിയുള്ള വേർഡാണ്. അപ്പൊ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ എന്തുമായിട്ട് ഡീൽ ചെയ്യണം? ഈ വേർഡുമായിട്ട് ഡീൽ ചെയ്യണം, ഈ വചനവുമായിട്ട് ഡീൽ ചെയ്യണം. അപ്പൊ വചനവുമായിട്ട് ഡീൽ ചെയ്യാത്ത ഒരാൾക്കും ഈ സ്വസ്ഥതയിൽ എത്താൻ കഴിയത്തില്ല. കാരണം ഈ വചനം നമ്മെ തിരുത്തും, ഈ വചനം നമ്മെ തകർക്കും, ഈ വചനം നമ്മുടെ സ്വയത്തെ ഉടയ്ക്കും, ഈ വചനം നമ്മുടെ ജഡത്തെ തകർക്കും, ഈ വചനം നമ്മുടെ ആഹത്തെ പൊളിക്കും. അങ്ങനെയെങ്കിൽ എന്തുമായിട്ട് ഡീൽ ചെയ്യണം? ദൈവ വചനവുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യണം. എത്ര പേര് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ദൈവ വചനവുമായിട്ട് ആഴത്തിലൊരു ഇടപെടൽ. ഈ വചനത്തെ എങ്ങനെ, തെസ്സലോനിക്ക സമൂഹം ഒരു വലിയ ഉദാഹരണമാണ്. ഈ സമൂഹത്തിന് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് എങ്ങനെയാണ് അവർ വചനത്തെ സ്വീകരിച്ചത്. 1, ബഹു കഷ്ടങ്ങളുടെ നടുവിൽ അവർ വചനത്തെ സ്വീകരിച്ചു. അപ്പൊ ബഹു കഷ്ടങ്ങളുടെ നടുവിൽ നമുക്ക് എന്ത് സ്വീകരിക്കാം? ബഹു കഷ്ടങ്ങളുടെ നടുവിൽ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അടുത്തൊരു 3-ാമത്തേത് 2:13 കാണുക, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായിട്ട് അവർ സ്വീകരിച്ചു. ആർത്തോട് പറഞ്ഞ ദൈവത്തിന്റെ വായിന്ന വാക്ക് എങ്ങനെ പുറപ്പെടുന്ന അതുപോലെ അവർ ഏറ്റെടുത്തു.
ആര് പ്രസംഗിക്കുന്നു എന്നതല്ല അവർ നോക്കിയത്, എവിടെ വായിച്ചു കേട്ടു എന്നതല്ല അവർ നോക്കിയത്, അതൊരു കൊച്ചു കുഞ്ഞാണോ വായിച്ചത് അതല്ല അവർ നോക്കിയത്. ഇത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വാക്കാണെന്ന് അവർ അതിനെ തിരിച്ചറിഞ്ഞപ്പം അടുത്ത പദം എഴുതി വെച്ചത്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുമിരിക്കുന്നു. അപ്പൊ സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വാക്കായി ആ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ ഇന്ന് രാത്രി നമ്മൾ തയ്യാറാകുമ്പോൾ അത് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന വചനമാ, വ്യാപരിക്കുന്ന വചനമാ, തുളച്ചു ചെല്ലാൻ കഴിയുന്ന വചനമാ, പിളർക്കാൻ കഴിയുന്ന വചനമാ, ഉടയ്ക്കാൻ കഴിയുന്ന വചനമാ, സൗഖ്യമാക്കാൻ കഴിയുന്ന വചനമാ, അത്ഭുതം ചെയ്യാൻ കഴിയുന്ന വചനമാ, അന്തരാത്മാവിൽ വിമോചനം നൽകാൻ കഴിയുന്ന വചനമാ. ഇന്ന് രാത്രി അന്തരാത്മാവിൽ നൽകുന്ന ആത്മീക സ്വാതന്ത്ര്യത്തിന്റെ വചനമാ. ഇന്ന് രാത്രിയും ആ വചനത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നത് അന്തരാത്മാവിൽ തിരിച്ചറിയുന്നവർ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങണം. വചനം എന്റെ അകത്തേക്ക് കയറി ഇന്ന് രാത്രിയിലും അതിന്റെ പ്രവൃത്തി ചെയ്യണം. ജീസസ്. മാനുഷിക കടിഞ്ഞാണുകളൊക്കെ ഇന്ന് രാത്രി തകർന്നു മാറി ദൈവത്തിന്റെ വചനവുമായിട്ട് ഒന്നും കൂടെ ക്ലോസ്ലി ഇടപെടുന്ന, വചനത്തിന്റെ ആഴമായ എൻകൗണ്ടറുകൾ ഇന്ന് രാത്രി സംഭവിക്കുന്ന നിമിഷങ്ങളായി മാറണം. എന്തുമായിട്ട് ഡീൽ ചെയ്യണം? ദൈവവചനവുമായിട്ട് ഡീൽ ചെയ്യണം. ദൈവവചനവുമായിട്ട് ആഴത്തിൽ ഡീൽ ചെയ്യണം. ഈ വചനത്തോട് ഡീൽ ചെയ്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഈ വചനത്തിനകത്ത് തന്നെ ജീവനുണ്ട്. ഇത് ഒരു മിയർ വേർഡ് അല്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്തലത്രേ. പൗലോസ് പറയുന്നത്, എൻ്റെ വാക്കിനകത്ത്, എൻ്റെ വചനത്തിനകത്ത്, അത് എൻ്റെ വചനമല്ല, ദൈവത്തിന്റെ വചനമാണ്. അത് ഞാൻ പറയുമ്പോൾ അവിടെ എന്തു നടക്കും? അവിടെ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം അതിനകത്ത് സംഭവിക്കും. അപ്പൊ സ്വസ്ഥതയിൽ എത്തണമെങ്കിൽ ഈ വചനത്തെ സാക്ഷാലാകുന്നത് പോലെ ഞാൻ കൈക്കൊള്ളുമ്പം അതിൻ്റെ ജീവൻ എൻ്റെ അകത്ത് സംഭവിക്കും. അതിൻ്റെ ജീവൻ എൻ്റെ അകത്ത് വരുമ്പോൾ എൻ്റെ മടുപ്പ് മാറുമെന്ന്. അപ്പൊ ഇന്ന് രാത്രി മാറേണ്ടത് വചനത്താൽ നമ്മുടെ അന്തരാത്മാവിലെ മടുപ്പുകൾ മാറട്ടെ, വചനത്താൽ നമ്മുടെ അന്തരാത്മാവിലെ ജീർണതകൾ മാറട്ടെ, വചനത്താൽ നമ്മുടെ അന്തരാത്മാവിലെ തകർച്ചകൾ മാറട്ടെ. ഇന്ന് രാത്രി വചനം നമ്മെ ആഴത്തിൽ ഒന്ന് തൊട്ട് ശുദ്ധീകരിക്കട്ടെ. വചനം നമ്മെ ആഴത്തിൽ ഇന്ന് രാത്രി ഒന്ന് പണിതെടുക്കട്ടെ. വചനത്തിന്റെ അസാധാരണമായ ക്രിയകൾ ഇന്ന് രാത്രി നമുക്ക് വെളിപ്പെടട്ടെ. ഈ രാത്രി കൺവെൻഷന്റെ അവസാന നിമിഷം അന്തരാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വചനം ആഴത്തിൽ ഈ രാത്രി എന്നോട് ഇടപെട്ട് തുടങ്ങട്ടെ. വിശ്വസിക്കുന്ന ജനം ഇന്ന് രാത്രി അന്തരാത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വചനമാഴത്തിൽ വചനത്തിന്റെ ഗൗരവമായ ഇടപെടൽ ഇന്ന് രാത്രി എന്റെ അകത്ത് സംഭവിക്കണമെന്ന്. അപ്പൊ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ എന്തുമായി ഡീൽ ചെയ്യണം? വചനമായിട്ട് ഡീൽ ചെയ്യണം. ഈ വചനമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അടുത്തൊരു പദം കൂടുണ്ട്. അത് ഒരു ദിവസം മാത്രമല്ല. നമ്മൾ ഈ 11-ാം അധ്യായത്തിൽ വായിച്ച് ഇപ്രകാരം വായിച്ച് നിർത്തുന്ന ഇപ്രകാരമാ, സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. പക്ഷെ അതിന്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെറും ഒരു ഉത്സാഹമല്ല, സ്ഥിരോത്സാഹം എന്നൊരു പദമാണ്. സ്ഥിരോത്സാഹം. ഉത്സാഹം വരാൻ ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ ഉത്സാഹം വരും. പക്ഷെ സ്ഥിരോത്സാഹം വരണമെന്നുണ്ടെ അകത്ത് കയറണം. ഇത് കൺവെൻഷൻ നമ്മൾ നല്ലൊരു പ്രസംഗം കേട്ട് പോയി കഴിഞ്ഞാൽ അന്ന് പോയിട്ട് നമുക്ക് നല്ല ഉത്സാഹമാണ്. ചിലപ്പോൾ അടുത്ത ദിവസം രാവിലെ എന്ത് വരും? ഒരു ഉത്സാഹം വരും. പക്ഷേ അതൊരു 1-2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? കെട്ടുപോകും. പക്ഷെ ഈ വചന അകത്ത് കയറിയ, ഇത് കയറി അങ്ങ് മുറിച്ചാൽ, അന്തരാത്മാവിനകത്ത് പരിവർത്തനം തുടങ്ങിയ പിന്നെ ഉത്സാഹമല്ല, സ്ഥിരോത്സാഹമാണ്. എന്ന് പറഞ്ഞാൽ സാന്നിധ്യത്തോടെ മനോഭാവം മാറും, ദൈവത്തോടെ മനോഭാവം മാറും, ദൈവസഭയോടെ മനോഭാവം മാറും. ഞാനായിരിക്കുന്ന മുഴുവൻ മേഖലകളും എൻ്റെ മനോഭാവങ്ങൾ മാറും. ഇങ്ങനെ മനോഭാവങ്ങൾ മാറണമെങ്കിൽ വചനം നമ്മുടെ അകത്തു കയറട്ടെ. അകത്ത് കയറി മുറിവേൽപ്പിക്കേണ്ട മേഖലകളിൽ വചനം മുറിവേൽപ്പിക്കുമ്പം എൻ്റെ അകം ശുദ്ധീകരിക്കപ്പെടും. അന്നേരമാണ് എനിക്ക് സ്ഥിരോത്സാഹം വരുന്നത്. അപ്പൊ ഈ സ്വസ്ഥതയിൽ ആരേ പ്രവേശിക്കത്തുള്ളൂ? സ്ഥിരോത്സാഹമുള്ളവരേ ഉള്ളൂ. ഈ സ്ഥിരോത്സാഹം വരണമെന്നുണ്ടെങ്കിൽ വചനം അകത്ത് കയറട്ടെ. എൻ്റെ പ്രിയരെ, ഒരു കാര്യം സത്യ, നമ്മൾ ഒത്തിരി സന്തോഷിച്ച ദിവസം മറക്കും, പക്ഷെ വചനം നമ്മെ മുറിച്ച ദിവസം മറക്കത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന അധ്യാപകൻ ആരാ? സ്നേഹിച്ച അധ്യാപകനാണോ അടിച്ച അധ്യാപകനാണോ? ഉറപ്പായിട്ടും അടിച്ച ആളാ. അടിച്ച ആളെ മറക്കാൻ ഒരു വഴിയില്ല. ഇന്ന് അടിയില്ല. കാരണം ഇന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും അങ്ങനെ ടീച്ചർമാർക്ക് വടി കൊണ്ട് പോലും അവിടെ പിള്ളേരെ കാണിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലം. പക്ഷേ ഞാൻ പഠിച്ച കാലത്ത്, നമ്മളെല്ലാം പഠിച്ച കാലത്ത് അടി എന്ന് പറയുന്നത് ഒരു നിത്യ സംഭവമാണ്. എല്ലാ ദിവസവും അടി പേടിച്ച് എന്ത് ചെയ്യുന്നേ? സ്കൂളിൽ പോകാറുള്ള. എൻ്റെയൊക്കെ കണക്ക് സാറിൻ്റെ മുഖം ഓർമ്മ വരുമ്പോഴേ പുള്ളി അടിച്ച അടി ഓർമ്മ വരുന്നത്.
പക്ഷെ അതുകൊണ്ടുള്ള ഗുണം പറയാം, മാത്സ് നന്നായിട്ട് പഠിച്ചു. ഇപ്പോഴും എൻ്റെ കൊച്ചൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി നോക്കും, മാത്സിനകത്ത് ഇക്വേഷനൊക്കെ ഒന്ന് നോക്കും. കാരണം മാത്സ് എനിക്കിപ്പം ഭയങ്കര ഫേവറേറ്റ് ഒരു സബ്ജക്റ്റായിരുന്നു. അതുകൊണ്ട് ഈ സെമിനാരിൽ പഠിച്ച കാലത്ത് ഞങ്ങളെ കൊരിന്തിലേഖനം പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. സാധാരണ ഈ പഠിച്ചപ്പോഴും പഠിപ്പിച്ചപ്പോഴും ഒക്കെ 1-2 അസൈൻമെൻറ്റ് കിട്ടിയിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇദ്ദേഹം 8 അസൈൻമെൻറ്റാണ് മിനിമം തരാറുള്ളത്. ഒരു സെമസ്റ്ററിൽ 8 അസൈൻമെൻറ്റ് തരും. ഇത് വെറുതെ എഴുതി കൊടുത്താൽ പാസ്സാക്കി തരും. അതുമില്ല. എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അദ്ദേഹം ഇപ്പം പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, താൻ പഠിക്കുന്ന ഡിസ്റ്റൻസായിട്ടാണ് പഠിക്കുന്നത്, എന്നിട്ട് അദ്ദേഹം 7 വട്ടം വെട്ടിയെന്ന്. ഒരേ അസൈൻമെൻറ്റ് 7 വട്ടം വെട്ടി കളഞ്ഞു. ഒത്തിരി ജോലികളുടെ ഇടയിലാണ് ഈ അസൈൻമെൻറ്റ് എഴുതി കൊടുക്കുന്നത്, അന്നാലും വെട്ടിക്കളയും. ഒരു മനസാക്ഷിയില്ല. സാറ് വരുമ്പോഴേ അവസാനം പിള്ളേർ പറയും റീഡൂ വരുന്നുണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ പുള്ളി വെട്ടിക്കഴിഞ്ഞിട്ട് അവർ എഴുതുന്നൊരു പദവാ റീഡൂ, ചെയ്തോളാം പിന്നെ. പക്ഷെ ഒരു ഗുണം ഞാൻ പറയട്ടെ, ഈ കൊരിന്തിലേഖനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. 1 കൊരിന്ത്യരും 2 കൊരിന്ത്യരും ഏത് പാതിരായ്ക്ക് വിളിച്ച് ചോദിച്ചാലും ഇന്ന അധ്യായത്തിൽ എന്തുണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. അന്ന് ഒരു സെമസ്റ്റർ കഷ്ടപ്പെട്ടുകൊണ്ട് ഇത് അകത്ത് കയറി. ഞാൻ പറഞ്ഞത്, നമ്മൾ സന്തോഷിച്ച ദിവസത്തേക്കാൾ നമ്മൾ കരഞ്ഞ ദിവസം ഓർക്കും. ചില നാഴികയൊക്കെ വചനം നമ്മളെ ഇരുത്തി ഉരുക്കി നമ്മൾ ഇരുന്ന് കരഞ്ഞ ചില രാത്രിയുണ്ട്, കരഞ്ഞ ചില പകലുണ്ട്. നമ്മുടെ ലൈഫിനകത്ത് അസാധാരണമായ മാറ്റം വന്ന ചില രാത്രിയായിരിക്കും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ വചനം എൻ്റെ അകത്തേക്കൊന്ന് കയറട്ടെ. ഈ ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ എന്ന് പറഞ്ഞ എന്താ ഈ പദത്തിനർത്ഥം? വേർപിടിപ്പിക്കും. ജഡത്തെ ആത്മാവിനെ വേർപിടിപ്പിക്കും. ജഡത്തിൻ്റെ ശക്തികളെ വെട്ടിമാറ്റും. ആത്മാവിലുള്ളതിനെ ചേർത്തടിപ്പിക്കും. അങ്ങനെ എന്നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു വചനമാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് രാത്രി വചനത്തിൻ്റെ അത്ഭുത ശക്തി നമ്മുടെ അകത്ത് വ്യാപരിച്ച് അതിൻ്റെ ജീവൻ, അതിൻ്റെ തകർക്കലുകൾ ഇന്ന് രാത്രി സംഭവിച്ചാൽ ഇതിനപ്പുറത്ത് നമ്മൾ ഒരുങ്ങപ്പെടുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാ. നമ്മൾ ഒരുങ്ങപ്പെടുന്നത് ആ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാ. പ്രിയരെ, ഈ ഏരിയ കൺവെൻഷന്റെ അവസാന നിമിഷം ഞാൻ വിളിച്ചു പറയുകയാണ്, അവിടുത്തെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് ശേഷിച്ചിരിക്കയാൽ ഈ ദൈവ വചനവുമായിട്ട് ഇന്ന് രാത്രി നമുക്ക് ഒരിക്കലൂടെ ഒന്ന് ഡീൽ ചെയ്യാം. ദൈവവചനവുമായി, വചനത്തിന്റെ ശക്തിയുമായിട്ട് ഇന്ന് രാത്രി ഒന്ന് ഡീൽ ചെയ്യാം. ആഴത്തിൽ നമ്മെ മുറിക്കുമ്പോൾ തന്നെ ആ വചനത്താലുള്ള സൗഖ്യം നമ്മുടെ അകത്ത് സംഭവിക്കും. ഈ സർജറി ചെയ്യുന്നത് വെറുതെ ചെയ്യുന്നതല്ല, സർജറി ചെയ്യുന്നത് സുഖമാകാൻ ചെയ്യുന്നതാ. ഇന്ന് വരെ സർജറിയുടെ ഒരു എക്സ്പോഷർ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് ആരും സർജറിക്ക് പോകത്തില്ല. ഇന്ന് വരെയും ആ ഒരു 50 വയസ്സായി ഡോക്ടറെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഒരു സർജറി. അതുകൊണ്ട് എനിക്കും എന്ത് ചെയ്യണം? ഒരു ഒറ്റ മനുഷ്യനും ഈ എക്സ്പോഷറിന് വേണ്ടി സർജറിക്ക് പോകത്തില്ല. പക്ഷെ ആവശ്യകതയുടെ മുമ്പിൽ സർജറിക്ക് പോകും. എന്തിനിത് ചെയ്യുന്നത്? സൗഖ്യമാകാനാ. ഏതൊക്കെയോ ജോലി മേഖലയിൽ നിന്നപ്പോൾ ആരൊക്കെയോ എടുത്തോണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ആ ബുദ്ധിമുട്ട് വന്നു, സർജറി ചെയ്തു. പിന്നെന്താ തിരിച്ച് റിക്കവർ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ ഈ സർജറി ചെയ്യുന്നതിന് അല്പ പാടൊന്നുമല്ല, നല്ല വേദന, ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ സകടുകൾ മുഴുവൻ സഹിച്ചു. ഇത് മുഴുവൻ സഹിച്ചത് എനിക്ക് പഴയ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരാനാ. വചനം നമ്മെ കീറുന്നത്, വചനം നമ്മെ മുറിക്കുന്നത് വെറുതെയല്ല, വചനത്താൽ സൗഖ്യം വരാൻ വേണ്ടിയാ. ഇന്ന് രാത്രി വിശ്വസിക്ക്, ആ സ്വസ്ഥതയിൽ എത്തുന്നതിന് വിരോധമായിട്ട് നിൽക്കുന്നതിനെ വെട്ടിമാറ്റിയിട്ട് ഇന്ന് രാത്രി സൗഖ്യം തരാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ അസാധാരണമായ ഇടപെടലുകൾ ഇന്ന് രാത്രി സ്വർഗം ഇതിനകത്ത് അയക്കുന്നത് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ ആദരങ്ങൾ തുടർന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വചനത്തിന്റെ അസാധാരണമായ പരിവർത്തനം ഞങ്ങളുടെ അന്തരാത്മാവിൽ ഇന്ന് രാത്രി സ്വർഗമായി അയക്കണം. വചനത്താൽ ഒരു വിടുതൽ, വചനത്താൽ വിടുതൽ, വചനത്താൽ സൗഖ്യം, വചനത്താൽ ആരോഗ്യം, വചനത്തിന്റെ അത്ഭുത പരിവർത്തനം ഇന്ന് രാത്രി എൻ്റെ അകത്ത് സംഭവിക്കണം എന്ന് വിശ്വസിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ആധരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വിശ്വസിക്കുന്ന ജനം ഒന്നിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വചനത്താലുള്ള ആരോഗ്യം, വചനത്താലുള്ള ആരോഗ്യം, വചനത്താലും ദൈവാത്മാവിനുള്ള ആരോഗ്യം, സൗഖ്യം ഇന്ന് രാത്രി നമ്മൾ സംഭവിക്കട്ടെ. ശുദ്ധീകരണം സംഭവിക്കട്ടെ. ദൈവമഹത്വം വെളിപ്പെടട്ടെ. ദൈവിക ശുദ്ധീകരണം സംഭവിക്കട്ടെ. ഓ ജീസസ്. അങ്ങനെ വചനത്താൽ നമ്മുടെ അന്തരാത്മാവിൽ ശുദ്ധീകരണം സംഭവിക്കുമ്പോഴാണ് നമ്മൾ എന്തിനു വേണ്ടി ഒരുങ്ങുന്നത്? സ്വസ്ഥതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കുവാനാണ് ആത്മമണവാളൻ പ്രത്യാഗമിക്കുന്നത്.
അവിടുന്ന് ഒന്നാമത് വരുമ്പോൾ ലോകം മുഴുവൻ അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങി നിന്നു. രാഷ്ട്രീയ സമൂഹം ഒരുങ്ങി, സാമൂഹ്യ മേഖലകൾ ഒരുങ്ങി, വൈജ്ഞാനിക ലോകം ഒരുങ്ങി, മത മേഖലകൾ ഒരുങ്ങി. എല്ലാം ഒരുങ്ങിയപ്പോഴാ കാല സമ്പൂർണതയിൽ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. രണ്ടാം വരവിന് മുമ്പും സംഭവിക്കാൻ പോകുന്നത് രാഷ്ട്രീയ ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക, സാമൂഹിക ലോകം അതിന്റെ ഒരുക്കത്തിന്റെ ഉച്ചാസ്ഥയിലെത്തി നിൽക്കുക, ശാസ്ത്രലോകം അതിന്റെ ഔന്നത്യത്തിലെത്തി നിൽക്കുക, മതലോകം അവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക, വിശ്വാസത്യാഗം ഇന്ന് ഏറ്റവും അധികം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ നടുക്കിനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, നമ്മുടെ സ്വസ്ഥതയ്ക്ക് വാഗ്ദത്തം ചെയ്ത സ്വസ്ഥതയിൽ നമ്മെ എത്തിക്കുവാൻ നമ്മുടെ ആത്മമണവാളൻ പ്രത്യാഗമിക്കാൻ പോവുക. ഈ മണ്ണിലെ കഷ്ടങ്ങൾ തീരാറായി, ഈ മണ്ണിലെ ദുരിതങ്ങൾ തീരാറായി, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി, പരത്തിലേക്ക് നമ്മൾ ഉയരുന്ന ദിവസം വരാറായി. എത്ര പേർക്ക് ഇന്ന് രാത്രി അന്തരാത്മാവിൽ ഉറപ്പുണ്ട്? ഇന്നിന്റെ ദുരിതങ്ങൾ മാറും, ഇഹത്തിലെ ദുരിതങ്ങൾ മാറും, നമ്മൾ പരത്തിലേക്ക് ഉയരുന്ന, തേജസ്സിലേക്ക് ഉയരുന്ന ഒരു ദിവസം വരുമെന്ന് വിശുദ്ധന്മാർ ഉയർക്കും, പറന്നുയരും. ആ തേജസ്സിൽ നമ്മുടെ കാന്തനെ കാണാൻ ഇന്ന് രാത്രി ഉറപ്പുള്ളവർ അല്പ നിമിഷങ്ങൾ ആ കാരങ്ങൾ അടിച്ച ആത്മാവിൽ ദൈവത്തിന് ധൈര്യത്തോടെ നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. എന്റെ ആത്മമണവാളൻ വരും. ഹല്ലേലൂയ. അന്തരാത്മാവിൽ ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കട്ടെ, നിരാശകൾ മാറട്ടെ, ഭയങ്ങൾ നീങ്ങട്ടെ, അന്തരാത്മാവിലെ വല്ലാത്ത പരാജയ ഭീതി മാറട്ടെ. എന്റെ അരുമനാഥൻ വരും. ഓ ജീസസ്, ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ജയമെടുക്കുന്ന രാത്രിയാകട്ടെ. നമ്മുടെ കർത്താവ് വരും. അവിടുത്തെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ അവസാനിക്കുമ്പം ഈ വചനത്തിന് എന്ത് കഴിയും? ഈ വചനത്തിന് ജീവൻ തരാൻ കഴിയും. ഇന്ന് ഈ വചനം തരുന്ന ജീവൻ ഞാൻ പറയാം. നമ്മുടെ ഏതൊക്കെ മേഖല ജീവൻ വേണോ അതൊക്കെ തരാൻ കഴിയും. ശാരീരികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽപ്പിന് ആവശ്യമായ ജീവൻ അവിടെ തരാൻ ഈ വചനത്തിന് കഴിയും. കാരണം ഇത് ദൈവശ്വാസീയമായ വചന. ഈ വചനത്തിനകത്ത് ജീവനുണ്ട്, ഇതിനകത്ത് ക്രിയേറ്റീവ് പവറുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നത്, ഇതിനകത്ത് ഭാരത്താൽ, രോഗത്താൽ, ശാരീരിക പ്രതിസന്ധികൾ വന്നവരുണ്ടെങ്കിൽ ഈ വചനം നിങ്ങളുടെ ശാരീരിക മേഖലയിലും സൗഖ്യം തരും. നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങളെ ഒരുക്കുമ്പോൾ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ തന്നെ ഈ ഭൂമി നിങ്ങൾ സർവൈവ് ചെയ്യാൻ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗഖ്യം തരാൻ ഈ വചനത്തിന് കഴിയും. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് കേവലം ഒരു ഫിലോസഫി പ്രസംഗിച്ചിട്ട് അവസാനിക്കുകയല്ല. ഈ വചനത്തിന് ശക്തി ഉണ്ടെന്നും ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ശക്തി ഹോളിനകത്ത് വ്യാപരിക്കുന്നെന്ന്, ഈ ശബ്ദസീമയിൽ വ്യാപരിക്കുന്നെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നത്. വിശ്വസിക്കുന്നവർ, പ്രാർത്ഥന ആവശ്യമുള്ളവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുക. അസാധാരണമായ ദൈവമഹത്വം ഇതിനകത്ത് വെളിപ്പെടാൻ പോവുക. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഇന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ, ദൈവിക ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ ധൈര്യത്തോടെ കാരം ഉയർത്തിപ്പിടിക്കട്ടെ. യേശുവിന്റെ നാമം ഇന്ന് രാത്രി നിങ്ങളെ തൊടാൻ പോവുക. യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കാൻ പോവുക. അസാധാരണമായ ദൈവമഹത്വം ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ഇറങ്ങി വ്യാപരിക്കുക. രോഗമണ്ഡലങ്ങൾ സൗഖ്യമാകട്ടെ. അന്ധകാര ദുരാത്മ മേഖലകൾ, ദുർഭൂത മണ്ഡലങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അതിന്മേലുള്ള സ്വാതന്ത്ര്യം സംഭവിക്കട്ടെ. വിശ്വസിക്കുന്ന ജനം ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന സ്വാതന്ത്ര്യത്തിന് നന്ദി പറയുന്നു, ഇവിടെ നടക്കുന്ന വിടുതലിന് നന്ദി പറയുന്നു. അസാധാരണമായ ദൈവമഹത്വം ഇന്ന് രാത്രി ഈ ജനത്തിനു വേണ്ടി ഹോളിനകത്ത് വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അസാധാരണമായ വലിപ്പം ഇന്ന് രാത്രി ജനത്തെ സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ ജനം വിടുതൽ പ്രാപിക്കട്ടെ, ഈ ജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, ഈ ജനം ദൈവമഹത്വം തിരിച്ചറിയട്ടെ. വചനത്തിന്റെ വിടുതലുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ.